മാതൃപക്ഷത്തും മരണഭീതി ഗ്രസിച്ചു കാണുന്നു. ജലം, വായു, ഏതു വഴിയും ആപത്ത് വരാം. സൂക്ഷിക്കുക. അതെ, ഞാനൊരു പൂജ പറഞ്ഞിരുന്നില്ലേ? 21 ദിവസത്തെ ചണ്ഡികാ പൂജ പെരുവണ്ണാപുരത്തെ ദേവീക്ഷേത്രത്തില്. ആ പൂജകൾ യഥാവിധി ചെയ്തു ശാസ്ത്രികളെ. അല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പൂജയില് ജാതകക്കാരന് സുരക്ഷ ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ദേവി എന്തിച്ഛിച്ചോ അതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. തടസ്സം വല്ലതും? പൂജ പൂർത്തിയായ ദിവസം തന്നെ വിഘ്നങ്ങൾ സംഭവിച്ചതായി കാണുന്നു. അമ്മ മഹാമായ അതില് അസംതൃപ്തയാണ്. ദേവി എന്തിനു വേണ്ടി സുരക്ഷ ഒരുക്കിയോ അതിന് പാളിച്ച വന്നിരിക്കുന്നു. കാവലായി നിൽക്കേണ്ട ദേവത രക്ഷാസ്ഥാനത്ത് നിന്ന് സ്വമേധയാ അകന്നുപോയി. ശാസ്ത്രികള് പ്രതിവിധികള് പറഞ്ഞാലും അത് മൃത്യുഞ്ജയ ഹോമം. വീട്ടിൽ വെച്ച് തന്നെ ഹോമം നടത്തണം. ചെയ്യാം ശാസ്ത്രികളെ, വിശദമാക്കിയാലും. ഹോമം നടക്കുമ്പോ ജാതകക്കാരന്റെ വാമഭാഗത്ത് രക്ഷാദേവത കുടികൊള്ളണം. എന്ന് വെച്ചാല് ഭാര്യ അടുത്തുണ്ടാവണം. ഹോമം അവസാനിക്കും വരെ ഭാര്യ അവിടെ നിന്ന് ചലിക്കാൻ പാടില്ല. അത് ചെയ്യാം ശാസ്ത്രികളെ. ഏതായാലും മുക്കാടൻ തിരുമേനിയെ ചെന്ന് കണ്ടോളൂ. വിശദമായ കുറി ഞാൻ തരാം. ഹോമം മുക്കാടൻ തിരുമേനി തന്നെ ചെയ്യട്ടെ. ചെയ്യാം ശാസ്ത്രികളെ. ആ, അമ്മേ മഹാമണി. എന്താ കവിതേ? വർക്ക് സൈറ്റിൽ വെച്ച് സഞ്ജുവിന്റെ കയ്യില് ചെറിയൊരു മുറിവ് പറ്റി. ആക്സിഡന്റ് വല്ലതും ആണോ? അല്ലെന്നേ, പേടിക്കാൻ മാത്രമൊന്നുമില്ല. അതില് വലിയ ദോഷം കണ്ട് ശാസ്ത്രികളെ വിളിച്ചു വരുത്തി പ്രശ്നം നോക്കുക ഇവിടെ. ആ, നോക്കട്ടെ. അതല്ല വിഷയം. സഞ്ജുവിന്റെ ഭാര്യ കൂടെ വീട്ടിൽ നടക്കാൻ പോകുന്ന ചടങ്ങിൽ ആദ്യ അവസാനം പങ്കെടുക്കണമെന്നാ ശാസ്ത്രികൾ പറയുന്നത്. ഭാര്യയോ? അവന്റെ കല്യാണം കഴിഞ്ഞു നോക്കി അയാള് തട്ടിവിട്ടു. വിവാഹ നിശ്ചയം അയാള് കല്യാണമായിട്ട് തെറ്റിദ്ധരിച്ചായിരിക്കും. നീ എന്തിനാ ഇത്ര ആവേശം കാണിക്കുന്നത്? അതാദ്യം പറ. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഭാര്യയുടെ വേഷവും കെട്ടി ശ്രീകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയായ കാര്യമല്ല. രാത്രിയില പൂജയും ഹോമൊക്കെ നടത്തുന്നത്. പിന്നെ കല്യാണത്തിന് എന്താ പ്രസക്തിയുള്ളത്? വല്യച്ഛ അവളെ ഇങ്ങോട്ട് അയക്കണ്ട. നിന്റെ പറച്ചില് കേട്ടാൽ അതവൾക്ക് അന്യ വീടാണെന്ന് തോന്നുമല്ലോ. അതെ, എന്റെ കൂടി തറവാട്. എന്റെ മോൾ അവിടെ ഒരു രാത്രി വന്ന് നിൽക്കുന്നതില് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ സഞ്ജു മുംബൈക്ക് പോകുന്നു. ഡോക്ടറുടെ മുന്നില് കുറ്റബോധം കൊണ്ട് തല കുനിഞ്ഞുപോയി. അമ്മയെ കെയർ ചെയ്യണമെന്ന് ഡോക്ടർ ഉപദേശിച്ചതാ. അമ്മയെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഞാനെങ്ങനെയാ ഒരു മകനാകുന്ന? ഇതിപ്പോ ആരുടെയും തെറ്റല്ലല്ലോ. നാളെ മുംബൈയിലെ ഫൈനൽ വീക്ക്. അങ്കിൾ അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. അമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ പോകും അങ്കിൾ? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. സഞ്ജു നാളെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യില്ലെങ്കിൽ നമ്മൾ കെട്ടിവെച്ച തുക മുഴുവനും പോകും. ചെറിയ തുകയൊന്നുമല്ല, 30 കോടിയാ അഡ്വാൻസ് തുക. ഇപ്പൊ എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് വലുത് എന്റെ അമ്മയാ. സ്വാതി, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോട്ടെ. ഇവൻ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും പ്രവേട്ട? ഞാനോ കവിതയോ പോയാൽ നടക്കുന്ന കാര്യമല്ല. എനിക്കെന്ത് പറയാൻ കഴിയും? അവൻ തീരുമാനിച്ചതേ നടക്കൂ. ആ മോളെ, നമുക്കിറങ്ങാം. സമയം കുറയായി. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. രാത്രി ഏറെയായി. മോൻ പോയി കിടന്നോ? ടാബ്ലറ്റ് തന്നിട്ട് ഞാൻ പോവാം. നിങ്ങളിതുവരെ പോയില്ലേ? അമ്മയെ കാണാതെ എങ്ങനെ പോവാനാ? അമ്മയ്ക്ക് നല്ല സുഖമായി മോളെ. വേണ്ട, ഞാൻ എടുക്കാം. അതങ്ങ് വെച്ചേക്ക് മോനെ. അമ്മേ, അയ്യോ അയ്യോ അമ്മേ, സഞ്ജു ഒന്ന് മാറിക്കേ, മാറിക്കേ. അമ്മേ, അമ്മേ,
ഇങ്ങതാ, ഞാൻ കുടിപ്പിച്ചു തരാം. മതി മോളെ. വല്യേച്ചി സീനൊന്ന് കാണണം. മതി മതി. നിക്ക് നിക്ക്, ഞാൻ ചെയ്യാം. എനിക്കിതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായല്ലോ ദൈവമേ. ഇതെനിക്ക് വന്ന ഭാഗ്യമല്ലേ. ഒരു കണക്കിന് എനിക്ക് ഈ അസുഖം വന്നത് എന്റെ മോളുടെ ഇഷ്ടം കിട്ടാനാവും. അമ്മയ്ക്ക് സന്തോഷായി മോളെ. ഇവൾക്ക് കിട്ടിയിരിക്കുന്നത് വല്യേച്ചിയുടെ സ്വഭാവമല്ല, പ്രഭേട്ടന്റെ സ്വഭാവമാണ്. എടോ ചെല്ല്, പ്രഭയങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി ടെൻഷൻ ഒന്നും വേണ്ട സഞ്ജു, അമ്മ ഇപ്പൊ ഓക്കെയാ. അവൾ ഇനി ഒന്നും രണ്ടും പറഞ്ഞു നിൽക്കും. കാഞ്ചന നിങ്ങളെയും കാത്തിരിപ്പുണ്ടാവും. മോൻ അവരെ യാത്രയാക്കിയിട്ട് വാ. ചെല്ലും മോളെ. വാ. നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കോ. ഞാൻ നാളെ രാവിലെ വരാം. ശരി മോളെ, ചെല്ല്. ഈശ്വര, കാഞ്ചനെ പോലെ ആയിരുന്നു അവളെങ്കിലും. എന്റെ മോന്റെ ഭാഗ്യം. ഡേ, ആ ഫോണിങ് എടുക്ക. എന്താ പ്രഭേ, ഇന്നും അവിടെ കഴിയാനാണോ തീരുമാനം? ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. അതിന് ഇനി വിളിച്ചു പറയണോ? അവളെ അവിടെ നിർത്തി പ്രഭ മാത്രം ഇങ്ങോട്ട് വന്നേക്കരുത്. ഡോ, കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കേ. തന്നോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാ ഞാൻ വിളിച്ചത്. സഞ്ജുന് ഈവനിങ് ഫ്ലൈറ്റിൽ മുംബൈക്ക് പോകണം. അവൻ വരുന്നത് വരെ ശ്രീകുട്ടി ഇവിടെ നിൽക്കുന്നതിൽ തനിക്കുള്ള അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. ശ്രീകുട്ടി അവിടെ നിൽക്കാനോ? എന്തിന്? ശ്രീദേവി ഒന്ന് ശ്രദ്ധിക്കാൻ 2-3 ദിവസം മതി. പ്രഭേ, നിങ്ങൾക്ക് ലജ്ജയൊന്നൊരു വാക്കില്ലേ? കല്യാണം കഴിയാതെ അവൾ അവിടെ താമസം തുടങ്ങിയാല് കേൾക്കുന്നവരെന്തു പറയും? നമ്മൾ അത്രയ്ക്ക് അധപ്പതിക്കണോ പ്രഭേ? സഞ്ജു വരുന്നത് വരെ മതി. ഈ അവസ്ഥയിൽ ശ്രീദേവിയെ വിട്ടുപോകാൻ അവൻ മടിക്കുക. സഞ്ജു മുംബൈക്ക് പോകുന്നതും പോകാതിരിക്കുന്നതും അത് അവന്റെ കാര്യം. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് അവളുടെ തറവാട് കൂടിയല്ലേ? എന്റെ മകള് ജനിച്ചതും വളർന്നതും തറവാട്ടിലല്ല, എന്റെ വീട്ടിലെ. ഞാനത് അനുവദിച്ചു തരില്ല പ്രഭേ. അവന്റെ അമ്മയെ നോക്കാൻ അവനൊരു ഹോം നേഴ്സിനെ വെക്കട്ടെ. വിവാഹം കഴിയുന്നതിന് മുൻപ് പെണ്ണ് ചെക്കന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്നാണോ? കൂട്ടിക്കൊണ്ടു പോയതുപോലെ പ്രഭ എന്റെ മകളെ ഇവിടെ കൊണ്ടുവരണം. അവളെ അവിടെ നിർത്തിയിട്ടാ പ്രഭ വരുന്നതെങ്കിൽ ഞാൻ അങ്ങ് വരും. പ്രഭ എന്നെ കൊണ്ടത് ചെയ്യിക്കല്ലേ. അല്ല, ശ്രീദേവിയെ പരിചരിക്കാൻ എന്റെ മോൾ അവിടെ നിൽക്കണമെന്നോ? പ്രഭയ്ക്ക് എങ്ങനെ തോന്നി കാഞ്ചനയോട് ഇത് പറയാൻ? എന്താ അച്ഛാ, അമ്മയും തോറുന്നു. സഞ്ജു അപ്പോ പോകുന്നില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണോ? ഇന്നലെ രാത്രിയില് അമ്മയ്ക്ക് വീണ്ടും ചെറിയ രീതിയിൽ അസുഖം വന്നു. വെളുക്കോളം ഞാൻ അമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പോയാൽ ശരിയാവില്ല സ്വാതി. അമ്മയെ പകൽ സമയത്ത് പോലും ഒന്ന് വന്ന് നോക്കാൻ രാജു അല്ലാതെ ഇവിടെ വേറെ ആരുമില്ല. പിന്നെ രാത്രിയിലെ കാര്യം പറയാനുണ്ടോ? റൂമിൽ സദാ നേരം ഒരാൾ ഉണ്ടായാലേ പറ്റൂ. പോകാൻ മനസ്സുണ്ടായിട്ടല്ലമ്മേ. കമ്പനിക്കാരിയല്ലേ മോനെ, അത് വേണ്ടെന്ന് വെക്കാൻ പാടില്ല. എത്രയോ പേര് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നു. മോൻ പോയിട്ട് വാ. അമ്മ നല്ല ആരോഗ്യത്തോടെ കഴിഞ്ഞോളാം. അമ്മ കിടക്ക് വിട്ട് എഴുന്നേക്കരുത്. ഇല്ലടാ കണ്ണാ. അതെ, ഇനി വൈകാലേ ഫ്ലൈറ്റ് അങ്ങ് മിസ്സാവും. മോൻ പോയി വാ. ചെല്ലേ, നന്നായി വരും. ഫ്ലൈറ്റ് ഇറങ്ങിയാലോടെ ഞാൻ അമ്മയെ വിളിച്ചോളാം. അമ്മൂനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടേ താൻ പോകാവൂ. മെഡിസിനൊക്കെ കഴിക്കേണ്ട സമയം എഴുതി കൊടുക്കണം. സഞ്ജു, സമാധാനത്തോടെ പോയിട്ടോ.
അമ്മയുടെ ഒരു കാര്യവും മുടങ്ങില്ല. ഇറങ്ങാമേ. മോൻ പോയി വാ. ചെല്ലു മോനെ. എന്നെ ഒരാളെ വിവാഹം കഴിച്ചോണ്ട് വന്നതാ. ആഹാ, എന്നിട്ട് അയാളെവിടെ? അതൊക്കെ ചോദിച്ചാൽ അവള് കരയുള്ളൂ. എന്താ? ഇത്രയും ദിവസം എന്റെ കൂടെ ഉണ്ടായിട്ടും ഭർത്താവിനെ പറ്റിയോ ആ വീട്ടുകാരെ പറ്റിയോ ഒന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, മോളെ അവൻ ഉപേക്ഷിച്ചതാണോ? എങ്കിൽ അവനൊരു മരമണ്ടനാണെന്ന് ഞാൻ പറയും. സ്ത്രീധനത്തിന്റെ പ്രശ്നത്തിൽ അവൾ ആ വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോന്നതാ. ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലായി. അവിടെ വെച്ച് എനിക്ക് അമ്മുനെ കിട്ടുന്നത്. ദൈവമേ, ഇങ്ങനെ മനുഷ്യരുണ്ടോ? പണത്തിന് വേണ്ടി ഒരു പെങ്കൊച്ചിനെ പെരുവഴിയിലാക്കിയില്ലേ? അമ്മു, അമ്മയ്ക്ക് കൊടുക്കേണ്ട മരുന്ന് സമയമൊക്കെ ഞാൻ പറഞ്ഞുതരാം. വാ. ദൈവമേ, ഈ കുട്ടി എന്റെ ആരൊക്കെയോ ആയി തോന്നുന്നു. മനസ്സിലിരുന്ന് ആരോ പറയുന്നു എന്റെ മോളാണെന്ന്. ദൈവം എന്തിനായിരിക്കും ഇവളെ എന്റെ അടുക്കിലേക്ക് അയച്ചത്? ഹലോ, എന്താണ്? ഞാൻ വിളിച്ചപ്പോഴൊക്കെ ബിസി. നാളത്തെ മീറ്റിംഗിന് മുൻപ് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയത്. വീട്ടിൽ വിളിച്ചില്ലേ? അമ്മ ചാർജ് എടുത്തിട്ടുണ്ട്. വിളിക്കണം, നീ ഏറ്റെടുത്ത കാര്യമല്ലേ. അമ്മയുടെ കാര്യത്തിൽ ഇനി എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അമ്മു ആരാണെന്ന് സഞ്ജുന് ശരിക്കും അറിയോ? സഞ്ജുവിന് അറിയില്ലെങ്കിലും സഞ്ജുവിന്റെ അമ്മയ്ക്ക് അവളെ അറിയാം. അതെങ്ങനെ? മുമ്പൊരിക്കൽ പെരുവണ്ണാപുര ക്ഷേത്രത്തിൽ പോയത് ഓർമ്മയില്ലേ? അത് ജീവിതത്തിൽ മറക്കാൻ കഴിയുന്ന കാര്യമാണോ? അന്നേ അമ്മ തലചുറ്റി വീണപ്പോ രക്ഷിച്ചത് അമ്മുവാ. മൈ ഗോഡ്, അത് അമ്മുവായിരുന്നോ? അന്ന് പരിചയപ്പെടാൻ പോലും കഴിഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴല്ലേ രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞത്. അമ്മയുടെ അസുഖം പകുതി കുറഞ്ഞു. ഇതൊരു സർപ്രൈസ് തന്നെ. ഇത്രയും നാളെ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയല്ലോ. മംഗലശ്ശേരിയിലെ എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെട്ടു. ഇനി അമ്മയുടെ കാര്യം ഓർത്ത് സഞ്ജു ടെൻഷൻ ആവണ്ട. ഞാൻ അമ്മയെ വിളിച്ചിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ സഞ്ജുവിനെ വിളിച്ചോളാം. ഓക്കെ. ഞാനും അച്ഛനും കൂടെയാ അമ്മൂനെ അവിടെ എത്തിച്ചത്. പക്ഷേ എന്താ ഒരു പക്ഷേ? അമ്മു ഇല്ലാത്തത് എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. സാരമില്ല, സഞ്ജുവിന് വേണ്ടിയല്ലേ. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. അമ്മ ഇപ്പൊ സന്തോഷത്തിലാവും. അന്നത്തെ ആ സംഭവത്തിന് ശേഷം കുറേ ദിവസം അവളെപ്പറ്റി തന്നെ സംസാരമായിരുന്നു. മനസ്സ് ഇപ്പോഴാ ഒന്ന് സ്വസ്ഥമായത്. ഞാൻ പറഞ്ഞില്ലേ, അത് ഈ കുട്ടിയുടെ കാര്യമാ. മോളെ, അവിടെ നീ എനിക്ക് രക്ഷകയായി വന്നോ? എന്നിട്ടെന്താ അത് മാത്രം എന്നോട് പറയാതിരുന്നേ? അമ്മ ഇത് ചേച്ചിയോട് പറയരുത്. ചേച്ചി വിഷമിക്കണ്ടെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. ആ വിവരം കുട്ടി പറഞ്ഞില്ലേ? ഇല്ല, വിവാഹ നിശ്ചയത്തിന് ഞാൻ ഉണ്ടാവരുതെന്ന് ചേച്ചിയുടെ അമ്മ പറഞ്ഞിരുന്നു. ചേച്ചിക്ക് ആ വിവരം അറിയില്ല. മുത്തശ്ശി മരിച്ചിട്ട് പോയ ഞാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വരാന്നാ കരുതിയത്. പുറപ്പെട്ടത് നേരത്തെ ആയിപ്പോയി. വീട്ടിൽ ചെന്നിരിക്കാന്ന് കരുതി വന്നപ്പോഴാ വഴിയില് അമ്മയെ കണ്ടത്. അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അങ്ങോട്ട് വരാത്തത് എന്താന്ന് ചേച്ചി ചോദിക്കും. ചേച്ചിയുടെ അമ്മ പറഞ്ഞ കാര്യം എനിക്ക് പറയാനും കഴിയില്ല. കാഞ്ചന നിന്നോട് എന്നിട്ട് അങ്ങനെ പറഞ്ഞേ? താലി കഴുത്തിലിട്ട് ഭർത്താവില്ലാതെ കഴിയുന്ന നീ ഒരു അപശകുനം തന്നെയാ. ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്നവളല്ലേ അമ്മേ ഞാൻ. അത് അപശകുനമായിട്ട് ചേച്ചിയുടെ അമ്മ കണ്ടു. എന്റെ മോളെ, നീയാണോ അപശകുനം? നീയൊരു ദേവതയാ മോളെ. എനിക്ക് നിന്നെ വേണം. നിന്നെ കണ്ടപ്പോഴേ തോന്നിയതാ നീ ഞാനും തമ്മിൽ എന്തോ ആത്മബന്ധം ഉണ്ടെന്ന്. എന്റെ പൊന്നു മോള, രണ്ടുവിട്ട അമ്മയെ രക്ഷിച്ച നീ എന്റെ മോളല്ലാതെ പിന്നെ ആരാ?
അമ്മോ, ഞാനിവിടെ ഉണ്ട്. സുഖായി അമ്മേ? അമ്മയ്ക്കിത് ശീല മോളെ. മോള് പേടിച്ചു പോയില്ലേ? ആ പിന്നെ സ്വാതിയോട് ഇത് പറയരുത്. അവൾ ഉടനെ അവനെ വിളിച്ചു പറയും. അവൻ ഇത് കേൾക്കേണ്ട താമസം അടുത്ത ഫ്ലൈറ്റിന് ഇങ്ങ് പോരും കേട്ടോ. അയ്യോ, എന്താ മോളെ കയ്യില് നീലിച്ചിരിക്കുന്നത്? മഷി പുരണ്ടതാണോ? ആ മരുന്നിന്റെ അമ്മേ. അതിന് നീല നിറം വരില്ലല്ലോ മോളെ. എന്താ അമ്മേ? ഇതില് എന്തോ കെമിക്കൽ ചേർന്നിട്ടുണ്ട് മോളെ. മോളുടെ കൈകൊണ്ട് ആ കുപ്പി പൊട്ടിപ്പോയതുകൊണ്ട് ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ പിടഞ്ഞ് ഞാൻ തീർന്നേനെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? വീണ്ടും ഒരിക്കൽ കൂടി നീ എന്റെ ജീവൻ രക്ഷിച്ചു മോളെ. വെറുതെ അല്ല അമ്മുനെ പറ്റി വിവരമില്ലാതായപ്പം ശ്രീകുട്ടി ഇത്ര ടെൻഷനായത്. ഞാൻ പറയുന്നത് ഇനി അവളെ കാഞ്ചനയുടെ അടുത്തേക്ക് വിടണ്ടെന്നാ. ഇതുപോലൊരു കുട്ടിയെ വേറെ എവിടെ കിട്ടാനാ? അടുക്കളയില് നിനക്കൊരു തുണയാവുകയും ചെയ്യും. എല്ലാ കറികളും വച്ചുണ്ടാക്കാൻ അറിയാന്നാ ശ്രീകുട്ടി പറഞ്ഞത്. അവളുടെ ഭർത്താവിനെ പറ്റി വല്ല വിവരവും ഉണ്ടോ? അവൻ അന്വേഷിച്ചു വരില്ലേ? ആ, വല്യേച്ചിയുടെ പേടിയോ അത് തന്നെയാ. സത്യത്തിലേ അവൻ വല്ല തെമ്മാടിയോ കൊലപാതകയോ ഒക്കെ അന്ന് ആർക്കറിയാം. എന്തായാലും എന്റെ ശല്യം തീർന്നു കിട്ടിയല്ലോ എന്നാ വല്യേച്ചി പറഞ്ഞത്. നിനക്ക് അമ്മുവിനെ ബോധിച്ചില്ലെന്ന് തോന്നുന്നല്ലോ. ഹാ, എനിക്കിഷ്ടായില്ല. പക്ഷേ ഈ വീട്ടിൽ എനിക്ക് വോയിസ് ഒന്നുമില്ലല്ലോ. ഭാവി മരുമകൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയതല്ലേ. അവൻ സമ്മതവും കൊടുത്തു. ആ, അനുഭവം കൊണ്ട് ഇവിടെയുള്ളവരൊക്കെ പഠിക്കും. ഒരു പാവം പെണ്ണിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ കടന്ന് ചിന്തിക്കണോ? അതൊരു സാധു കുട്ടിയാ ചേച്ചി, അവളവിടെ നിന്നോട്ടെ. നിനക്ക് അടുക്കളപ്പണിക്ക് ഒരാളെ കിട്ടിയതിന്റെ സന്തോഷമാണെന്നൊക്കെ എനിക്കറിയാം. നിന്റെ മാർഗത്തിനൊരു തടസ്സവും വന്നിട്ടില്ലല്ലോ. പിന്നെന്താ? അതെ, എനിക്കിതൊരു കല്ലുകടിയായിട്ട് തന്നെയാ തുടക്കം മുതലേ തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിലും കവിതയ്ക്ക് ആരെയും കണ്ണിന് പിടിക്കില്ലല്ലോ. എന്തിലും സംശയം കൊണ്ടല്ലേ അവളുടെ നടപ്പ്. ആരെന്തൊക്കെ അതൃപ്തി കാണിച്ചാലും സഞ്ജു വരുന്നത് വരെ അമ്മ ഇവിടെ ഉണ്ടാവും. ഇനി അവളെ പറഞ്ഞു വിടണോ വേണ്ടോ തീരുമാനിക്കുന്നത് ശ്രീദേവിയാ. ഞാൻ അവളെ എന്തായാലും കിച്ചണിലോട്ട് കൂട്ടാൻ പോവാ. ഇന്നൊരു നല്ല അവസരമായിരുന്നു. മരണം സംഭവിച്ച ശ്രീദേവിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന തിരക്കിനിടയിൽ ആ മെഡിസിൻ ബോട്ടിൽ മാറ്റാമെന്നായിരുന്നു ഞാൻ കണക്ക് കൂട്ടിയിരുന്നത്. ഒരു പൊട്ടിപ്പെണ്ണ് കാരണം ആ ചാൻസ് നഷ്ടമായി. ശ്രീദേവിയെ കൊണ്ട് എന്ത് ശല്യമാണ് ഇപ്പോൾ ഉള്ളത്? അവള് കാലം കഴിക്കട്ടെ. മഴ വെക്കുന്നുണ്ടെങ്കിൽ അത് കടക്കിൽ വേണം വെക്കാൻ. ലക്ഷ്യം ഒന്നാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് രണ്ടു വഴിക്കാണ്. പിന്നെ പണം മാത്രമല്ല എന്നെ തൃപ്തിപ്പെടുത്തുന്നത്. ശ്രീദേവിയോട് ഞാനും എന്റെ വലിയേച്ചിയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പകയാണ് എനിക്ക് മുഖ്യം. അത് കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ. ശ്രീദേവി ഇല്ലാതായി കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സുഖമെന്തെന്ന് ഗൗതമിനറിയില്ല. അവള് പട്ടടയിൽ കെട്ടടങ്ങണം. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒന്നും മറക്കാൻ കഴിയുന്നതല്ല. വലിയേച്ചിയുടെ മുമ്പിൽ 2 തവണയാ ഞാൻ പിടിപ്പുകെട്ടവളായത്. അതെന്റെ മനസ്സിലെ പക ആളിക്കത്തുകയാ. മംഗലശ്ശേരി വീട്ടിലെ ശ്രീദേവി എന്ന അകത്തമ്മയെ ഇല്ലാതാക്കി തീർക്കണം എനിക്ക്. എന്നായിരിക്കും എന്റെ മനസ്സിൽ ശുദ്ധികലശം നടത്താനൊരു അവസരം കിട്ടുക? അന്ന് തീരും 26 വർഷത്തെ എന്റെ പക. നീ നിരാശപ്പെടേണ്ട കവിത. അവസരങ്ങൾ ഇനിയും വരും. ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അമ്മയുടെ അസുഖം കാരണം 300 കോടിയുടെ ബിസിനസ് വേണ്ടാന്ന് വെച്ചവനാ സഞ്ജു. ആർക്കെങ്കിലും മനസ്സ് വരൂ? ഒരിക്കലുമില്ല. അവനൊരു പൊട്ടനാണെന്നേ ഞാൻ പറയൂ. അവൻ എന്തിനേക്കാളും അവന്റെ അമ്മയാ വലുത്. അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നടിച്ചതാ. അവൻ സ്നേഹിക്കുന്ന പെണ്ണിന് പോലും അവിടെ സ്ഥാനം. അമ്മയെ കൊണ്ട് തോറ്റു. തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ദൈവമേ, കറങ്ങി തിരിഞ്ഞ അവൾ ഇവിടെ തന്നെ വന്നല്ലോ.
എന്റെ വളാള കാവേരിയാണെന്ന് നടക്കുന്നത്. മോഷ്ടിക്കാൻ കയറിയതാണല്ലേ? ഓടിവായോ. ഒച്ചയുണ്ടാക്കിയ കൊന്നുകളഞ്ഞ. എടി, ഇത് എന്റെ വീടാ, എന്റെ ഭാര്യയെ കാവേരി. ഞാനേ ഈ കുടുംബത്തിലെ മരുമകനാ. നീ കള്ളനാ, നിന്നെ പോലീസ് പിടിപ്പിക്കും. എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ കൊന്നിരിക്കും. അത് ഞാൻ ചെയ്യുമടി. നിന്റെ നാവിനെ ഒന്നും പുറത്തു പോരുത്. ജീവനോടെ വച്ചേക്കില്ല ഞാൻ. മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത് പറഞ്ഞത്. മിണ്ടരുത്. ഇവിടെ ഒന്നും ആരുമില്ലേ? എല്ലാവരും എവിടെ പോയാവോ? അയ്യോ, അമ്മു, അമ്മു, അമ്മു. ദൈവമേ, അനക്കമില്ലല്ലോ. മുത്തശ്ശ, മുത്തശ്ശി, ശ്രീദേവിയമ്മേ, ഓടിവായോ. എന്താടാ? എന്താ? അമ്പകത്ത് ബോധം കെട്ടി കിടക്കുന്നു. അയ്യോ, ആ കുട്ടിക്ക് എന്താ പറ്റിയേ? രാജു, എന്താ? അയ്യോ മോളെ. എന്താ മുത്തശ്ശി? മോളെ, വാ മോളെ. അമ്മു, അമ്മൂന് എന്താ പറ്റിയേ? അവളൊന്ന് വീണതാ മോളെ. പേടിക്കാനൊന്നുമില്ല ചേച്ചി, കിച്ചണിൽ വെച്ച് കാല് തന്നെ ഒന്ന് വീണു പോയതാ. നിനക്ക് സൂക്ഷിച്ചൂടെ അമ്മു? മുമ്പൊരിക്കൽ ഒരു കള്ളൻ അവളെ തലയടിച്ചു പൊട്ടിച്ചതാ. ബാഗിലുണ്ടായിരുന്ന പൊന്നും പണം ഒക്കെ കൊണ്ടുപോയി. എന്ത് കഷ്ടം അമ്മു നിന്റെ കാര്യം. അന്ന് കേസൊന്നും ആയില്ല അമ്മു. പോലീസിന്റെ പിന്നാലെ ആര് പോകാനാ? ഇന്നായിരുന്നെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു. ഈ സിറ്റി തന്നെ അവൻ വിലസുന്നുണ്ട്. എന്നായാലും അവൻ എന്റെ മുന്നിൽ വന്ന് ചാടും. വേദനയുണ്ടോ മോളെ? ഇല്ല അമ്മേ. സൂക്ഷിക്കണം കേട്ടോ. അമ്മു വാ, ചെല്ലു മോളെ. ശ്രീകുട്ടിക്ക് അവൾ അനിയത്തി തന്നെ. എന്തായാലും ഒരാപത്ത് ഒഴിഞ്ഞുപോയി. ചേച്ചിയുടെ രാജകുമാരനെ ഈ വീട്ടിൽ വെച്ച് കാണാനായിരിക്കും എന്റെ വിധി. അത് സത്യം അമ്മു. പിന്നെ ചേച്ചിയുടെ ആളിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ആളിന്റെ ഇഷ്ടങ്ങളൊന്നും അറിയില്ല. ചേച്ചിക്ക് അറിയാവുന്നതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇഷ്ടഭക്ഷണം എന്നൊന്നുണ്ടോ അമ്മു? പിന്നെ ഇല്ലേ? ഇല്ല. നല്ല മനസ്സുള്ള ഒരാൾ കൈപുണ്യത്തോടെ എന്ത് പാചകം ചെയ്തു കൊടുത്താലും ആർക്കും അതിഷ്ടാവും. എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനാ. ചേച്ചി ഒന്ന് പറഞ്ഞതാ. നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ച് നാവ് മരവിച്ച സഞ്ജു വരുന്നു. നീ ഒരു നല്ല സദ്യ ഉണ്ടായി കൊടുക്ക്. നിന്റെ കൈപുണ്യം കൂടെ ആവുമ്പോ അത് ശരിക്കും ഒരു അമൃത് പോലെയാവും. നാടൻ സദ്യ ഇഷ്ടപ്പെടാതെ വന്നാ അത് അമ്മയ്ക്ക് വലിയ സങ്കടാവും. നീ ഉണ്ടാക്കുന്ന കറികൾ തൊട്ട് നാവിൽ വെച്ച സഞ്ജു മൂക്കറ്റം കഴിക്കും. പിന്നെ പാലട പ്രഥമം കൂടെ വെച്ചോ, അത് കഴിക്കാൻ സഞ്ജുവിന് വലിയ കൊതിയ. ബാംഗ്ലൂരിൽ പഠിക്കുമ്പോ അത് കഴിക്കാൻ എന്നെ ഒരു അഗ്രഹാരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യമേ എന്റെ മനസ്സിൽ പാലടപ്രഥമന്റെ കാര്യം ഉണ്ടായിരുന്നു. കള്ളി, കാണാത്തൊരാളുടെ മനസ്സ് പോലും പിടിച്ചെടുത്തല്ലോ നീ. ദൈവമേ, ആരത്? സച്ചിമോനോ? അമ്മയെ കണ്ടിട്ട് എത്ര കാലമായി? മോനെ കണ്ടിട്ട് കൊറേ കാലായല്ലോ. ഇടയ്ക്ക് നിന്റെ കാര്യം ഞാനിവനോട് ചോദിക്കാറുണ്ട്. അല്ല, നീ ഡൽഹിയിലാണെന്നാണല്ലോ ഇവൻ പറഞ്ഞത്.
സച്ചിയെ പിന്നെ നീ എവിടുന്ന കണ്ടേ? മുംബൈയിൽ ഇവൻ ഉണ്ടായിരുന്നമ്മേ. ഓ, അമ്മയുടെ കാര്യത്തില് സഞ്ജുവിന് ഭയങ്കര ടെൻഷനാ. ഇപ്പോ അടിക്കടി അസുഖം വരുന്നുണ്ടല്ലേ? നമുക്കെന്നാ അമ്മയെ പുറത്തേക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടുപോയാലോ? ഞാനും അത് ആലോചിക്കുന്നുണ്ട്. ഞാൻ ഒരിടത്തേക്കും ഇല്ല. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾ രണ്ടാൾക്കും വേണ്ട. അല്ല, സച്ചി വെറുതെ വന്നതാണോ? മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അത് പറ. നീ തന്നെ പറയടാ. ഞാനും സഞ്ജുവും പാർട്ട്ണർമാരായി ഒരു ബിസിനസ് ഗ്രൂപ്പ് പ്ലാനിങ്ങിലാമേ. അമ്മയോട് മാത്രമേ അതിപ്പോ പറയുന്നുള്ളൂ. അതിലൊന്ന് സീ ഫുഡിന്റെ എക്സ്പോർട്ടാ. കൺസ്ട്രക്ഷനും പിന്നാലെ വരുന്നുണ്ട്. നന്നായി വരും മക്കളെ. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഏറ്റവും വലിയ മുതൽ മുടക്ക്. അല്ല, അങ്ങനെയാണെങ്കിൽ മോൻ ഇവിടെ തന്നെ താമസിച്ചോളൂ. അത് തന്നെ അമ്മ ഞാനും ഇവനോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ആലോചിക്കാം. അല്ല, അമ്മ എവിടെ അമ്മേ? അവള് കിച്ചണില്. നീ വരുന്നതറിഞ്ഞ് നിന്റെ ഇഷ്ട വിഭവങ്ങൾ ശ്രീകുട്ടിയോട് വിളിച്ചു ചോദിച്ച് കിച്ചണിൽ കയറിയതാ. എന്താടാ ഇത്? എനിക്ക് നല്ല നാടൻ സദ്യ കഴിക്കാനാ കൊതി വരുന്നത്. അതെ, ഒരു നിരാശയും വേണ്ട. അവൾ ഒരുക്കുന്നത് അത് തന്നെ. പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് രണ്ടാളും വാ, ഊണ് കഴിക്കാം. ഫ്രഷ് ആയിരാമേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടോ? അമ്മു എന്നെ നോക്കാൻ വന്നേ പിന്നെ ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല ഡോക്ടർ. അത് ശരി. അമ്മു ഹോം നേഴ്സ് ആണോ? ഏയ് അല്ല, എന്റെ വുഡ്ബിയുടെ വീട്ടിൽ നിന്ന കുട്ടിയാ. ശ്രീദേവി പറഞ്ഞത് ശരിയാ സഞ്ജയ്. ഏറെക്കുറെ നോർമൽ സ്റ്റേജിൽ തന്റെ അമ്മ എത്തിയിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് പറയേണ്ടത് ആ കുട്ടിയോടാ. അല്ല, എവിടെയാ കുട്ടി? അവള് ഭക്ഷണം കഴിക്കാൻ പോയതാ. അല്ല, ഇതെന്ത് മായ? അവിടെ അന്വേഷിക്കുമ്പോ അവൾ ഇവിടെ, ഇവിടെ നോക്കുമ്പോ അവിടെ. മരുന്നിൽ മാറ്റമൊന്നും വേണ്ട. ഇപ്പൊ കഴിക്കുന്ന മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി. നല്ല കെയർ കിട്ടിയപ്പോ അമ്മ ഓക്കെ ആയി. ഇത് തന്നെയാ ഞാൻ തന്നോട് ആവശ്യപ്പെട്ടത്. ആ കുട്ടിയെ കുറച്ചു ദിവസം കഴിഞ്ഞേ വിടാവൂ. ശരി ഡോക്ടർ. എന്നാ ഞാൻ ഇറങ്ങാം. മംഗലശ്ശേരിയിലെ പൂജാമുറിയിൽ നിനക്കെന്താ കാര്യം? അത് തൊഴാൻ. നീ എന്താ ഇവിടെ ചെയ്തേ? ദൈവങ്ങളെ കബളിപ്പിക്കാൻ നോക്കുന്നു. താലിയില് കുങ്കുമിടാനല്ലേ നീ ഇതിനകത്ത് കയറിയ? അതിന് നീ കല്യാണം കഴിച്ചോ? എന്റെ കല്യാണം കഴിഞ്ഞതാ. എങ്കിൽ നിന്റെ ഭർത്താവ് എവിടെയാന്ന് പറയടി. വല്യേച്ചയെ കബളിപ്പിച്ചതുപോലെ എന്നെ പറ്റിക്കാൻ നിനക്ക് പറ്റില്ല. നീ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി വെറുതെ താലി വാങ്ങി കഴുത്തിൽ തൂക്കിയിട്ട് നടക്കുക. എന്താടി, നിന്റെ നാവ് താണു പോയോ? ഈ താലി നീ തന്നെയല്ലേ കഴുത്തിലിട്ടത്? അല്ലാന്ന് നീ പറഞ്ഞാൽ നിന്റെ കഴുത്തിൽ ഇത് കെട്ടിയതാരാണെന്ന് കൂടി നീ പറയേണ്ടി വരും. അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. ചെ നിന്റെ നമ്പറുകളൊന്നും മംഗലശ്ശേരിയിൽ വിലപ്പോവില്ല. ഞങ്ങളെ വിഡ്ഢികളാക്കാനേ താലിയിൽ ഇങ്ങനെ കുങ്കുമൊക്കെ ചാർത്ത് നടന്നിട്ട് ഒരു കാര്യമില്ല. എടി, ഭാര്യ ആവാൻ വേണ്ടിട്ടേ ഒരു താലിമാല കഴുത്തിലുണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. താൻ ഒരു ഭാര്യയാണെന്നുള്ള തിരിച്ചറിവ് മനസ്സിലുണ്ടായാ മതി. അതുപോലും അറിയാതെയാണോ നിന്റെ ഈ താലി നാടകം? താലിമാലയൊക്കെ കൊണ്ടുപോയി അഴിച്ചു വെക്കടി. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്ത് പറയും? ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരു ഭർത്താവില്ല. എങ്കിലും ഒരാൾ അഗ്നിസാക്ഷിയായി ദേവിയുടെ മുന്നിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ. എനിക്ക് ഭർത്താവില്ലെന്ന് എല്ലാവരും പറയുന്നു. നിങ്ങളെ പോലൊരു ദൈവത്തെയാണ് അവർ കുറ്റം പറയുന്നത്. ഞാൻ എന്ത് മറുപടി പറയണം? കേട്ടു നിൽക്കാനല്ലാതെ എനിക്ക് മറ്റെന്തിനു കഴിയും? ഹായ് അമ്മു. നല്ലൊരു സദ്യ ഒരുക്കിയതിന് താങ്ക്സ് പറയണമെന്ന് ഉച്ച മുതൽ കരുതായിരുന്നു. അമ്മ ഒന്ന് മുന്നിൽ വരണ്ടേ? ഇപ്പോഴാണ് അതിന് സമയമായത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്, അല്ലേ അമ്മു? ചേച്ചിയുടെ ആളെ കാണുന്ന ഞാൻ എത്ര നാളായി കരുതുന്നു. അമ്മയുടെ ജീവൻ രക്ഷിച്ചത്
അമ്മു ആണെന്ന് രാജു പറഞ്ഞ ഞാൻ അറിയുന്നത്. അന്നേരം അതുവഴി വന്നോണ്ട് അമ്മയെ കണ്ടത്. കണ്ടിട്ടും കാണാതെ പോവാല്ലോ. ഞാൻ അങ്ങനെ പോവില്ല. അത് അമ്മുവിന്റെ നല്ല മനസ്സ്. എല്ലാ സുന്ദരികളും ഇതുപോലെ ആവണമെന്നില്ല. അല്ല, ഞാൻ ആരാണെന്ന് അമ്മുവിന് മനസ്സിലായോ? എനിക്കറിയാം. എന്നെ അറിയാമെന്നോ? എങ്ങനെ അറിയാം? ചേച്ചി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്ന് പറഞ്ഞത് സ്വാതിയാണോ? എന്താ സ്വാതി എന്നെ പറ്റി പറഞ്ഞത്? എനിക്കത് അറിയണമല്ലോ. അതൊന്നും ഞാൻ പറയില്ല. എങ്കിൽ എന്തോ കള്ളത്തരമുണ്ടല്ലോ. പറയാതെ അമ്മുവിനെ ഞാൻ വിടില്ല. ഹലോ സർ. പ്ലീസ് സീറ്റ്. ഇവൻ എന്താ ഇവിടെ കാര്യം? ഇന്നൊരു മീറ്റിംഗ് വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട വിവരം എല്ലാവരും ഒന്ന് അറിയിക്കാനാ. മീറ്റ് മിസ്റ്റർ സച്ചിദാനന്ദ്. നിങ്ങൾ കേട്ട് കാണും ഡൽഹിയിലെ ഐരാവത് കൺസ്ട്രക്ഷൻ കമ്പനിയെ പറ്റി. അതിലെ MD-മാരിൽ ഒരാളാണ് മിസ്റ്റർ സച്ചിദാനന്ദ്. ഹായ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ പ്രോജക്റ്റില് സച്ചിദാനന്ദന്റെ സജീവ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാലോ, ഇത് നമ്മുടെ ഡ്രീം പ്രോജക്റ്റാണ്. നമ്മുടെ കൈകളിൽ തന്നെ ഈ പ്രോജക്റ്റ് എത്താനുള്ള കാരണങ്ങളിലൊന്ന് സച്ചിദാനന്ദുമായുള്ള നമ്മുടെ കമ്പനിയുടെ കൊളാബറേഷനാണ്. മുംബൈയിൽ നടന്ന ചർച്ചകളില് സച്ചിദാനന്ദം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. താങ്ക് യു. ഇത് എനിക്ക് മാത്രമുള്ള പണിയല്ല, നിനക്കും കൂടിയുള്ളതാണ്. ആ മോളെവിടേക്കാ? മെഡിക്കൽ ഷോപ്പ് വരെ പോണം മുത്തശ്ശി. അമ്മയ്ക്ക് ഇൻഹേലർ വാങ്ങണം. വേറെ മെഡിസിനും ഉണ്ട്. അത് രാജുവിനോട് പറഞ്ഞ പോരെ? എടാ രാജു, എടാ രാജുവേ. അത് വേണ്ട മുത്തശ്ശ, ഞാൻ പോയിട്ട് വരാം. എന്താ മുത്തശ്ശ? അമ്മ മെഡിക്കൽ സ്റ്റോറിൽ പോകാൻ നിൽക്കുക. നീ ആ മെഡിസിൻ വാങ്ങി കൊടുക്ക്. രാജുവേട്ടൻ വരണ്ട, ഞാൻ പോയി വാങ്ങാം. അതെ, അവക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടാവും. നീ കൂടെ ചെല്ലടാ. അമ്മുവാ, പരിചയമില്ലാത്ത സ്ഥലമല്ലേ, വാ. ശ്രീദേവിക്ക് സഹായത്തിന് കിട്ടിയ കുട്ടി കൊള്ളാം. ശ്രീദേവിക്ക് പിന്നെ അസുഖം വന്നിട്ടേയില്ല. അമ്മുവിന്റെ പ്രവൃത്തി കാണുമ്പോ വളരെ കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ പോലെയാ എനിക്ക് തോന്നുന്നത്. ശ്രീകുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടല്ലേ അനിയത്തിക്കുട്ടിന്നും പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുന്നത്. പ്രായമുള്ള ആളാ, മുറിച്ചെടുക്കൻ. നരേന്ദ്രൻ എന്ന പേര്. വല്യമ്മ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ കരുതിയത് അത് അമ്മുവിന്റെ ഭർത്താവിന്റെ ബന്ധുക്കളാണെന്ന്. അദ്ദേഹത്തിന്റെ വീട്ടുകാരെ പറ്റിയൊന്നും എനിക്കറിയില്ല. പിന്നെങ്ങനെയാ നിങ്ങളുടെ കല്യാണം നടന്നത്? സിറ്റിയിലുള്ള ഒരാളുമായി വല്യമ്മയും നരേന്ദ്രൻ ചേട്ടനും എന്റെ കല്യാണം ഉറപ്പിച്ചു. പക്ഷെ അവിടെ നിന്നാരും എന്നെ കാണാനൊന്നും വന്നില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്റെ ഫോട്ടോ മാത്രമേ കാണിച്ചുള്ളൂ. ഇതാണ് ലച്ചുവിനെ കെട്ടാൻ പോകുന്ന പയ്യൻ. നരേന്ദ്രൻ ചേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കാനുള്ള ചതിയായിരുന്നു അത്. മൈ ഗോഡ്, ഇവിടെ നടക്കാൻ പോകുന്നത് ചതിയാ മുത്തശ്ശി. ഒരു പയ്യനും ലച്ചുവിനെ കെട്ടാൻ വരാൻ പോകുന്നില്ല. ലച്ചുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് നരേന്ദ്രളേന. മുഹൂർത്ത സമയത്ത് പയ്യൻ വരില്ലെന്ന് പറഞ്ഞ് നരേന്ദ്രൻ ചേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി. ഞാൻ രക്ഷപ്പെട്ട് ഓടിയെത്തിയത് ഫോട്ടോയിൽ കണ്ട ആളുടെ മുന്നിലാ. ക്ഷേത്രത്തിൽ വന്നതായിരുന്നു അദ്ദേഹം. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അദ്ദേഹം വിവാഹത്തിന് സമ്മതിച്ചത്. അത് പിന്നെ യഥാർത്ഥ പയ്യൻ എത്തിയ സ്ഥിതിക്ക് ഉറപ്പിച്ച കല്യാണം തന്നെ നടക്കും. മുത്തശ്ശി, പൊന്നുമോളെ, അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കി വരുന്ന വഴി അദ്ദേഹത്തെ അറിയിക്കാതെ ഞാൻ ഒഴിഞ്ഞുപോയി. തന്നെ ഞാൻ മനഃപൂർവ്വം അവഗണിച്ചാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കതിന് കഴിയൂ. ജീവിതകാലം മുഴുവനും ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ നമ്മള്? പിന്നീട് ചേച്ചി എന്നെ കണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ. എന്തൊരു ദുരന്ത കഥയാമോ നിന്റേത്.
നീ പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടില്ലേ? 1-2 സ്ഥലത്തൊക്കെ വെച്ച് കണ്ടു. എനിക്ക് സുഖം, എന്നെ ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നിന്റെ മനസ്സ് ഞാൻ പറഞ്ഞത് കള്ളമാണോന്ന് അവളെ വിളിച്ച് ചോദിക്ക്. ആ പയ്യൻ ആരാണെന്ന് മനസ്സിലായോ? മുമ്പ് ഞാൻ കണ്ടിട്ടില്ലേ. അമ്മയ്ക്ക് ആള് മാറിയതാ, അത് അമ്മു അല്ല. കഴുത്തിൽ താലി അണിഞ്ഞ് കരയാൻ വെമ്പി നിൽക്കുന്ന അവളുടെ ഒരു മുഖമേ നീ കണ്ടിട്ടുള്ളൂ. ഈ കാണുന്നതൊന്നുമല്ല ആ പെണ്ണെന്ന് അന്നേ ഞാൻ പറഞ്ഞത്. ഹലോ ചേച്ചി. അമ്മു ഇപ്പൊ എവിടെയാ? വീട്ടിലുണ്ട് ചേച്ചി. എന്തിനാ പുറത്ത് പോയെന്ന് നീ ചോദിക്ക്. ചേച്ചി, ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം ഉണ്ടായത്? അമ്മയ്ക്ക് മെഡിസിൻ വാങ്ങിക്കാൻ ഞാൻ പുറത്തുപോയി. എന്റെ നാട്ടിൽ നിന്ന് വല്യമ്മയുടെ മോനും മുറച്ചെറുക്കനും വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നിട്ട് ചേച്ചിയുടെ രാജകുമാരനാ എന്നെ വന്ന് രക്ഷിച്ച് കാറിക്കയറ്റി കൊണ്ടുവന്നത്. സത്യമാണോ നീ പറയുന്നേ? അതെ ചേച്ചി. ചേച്ചി വിളിക്കുമ്പോ പറയൂ കേട്ടോ. ശരി, നീ വെച്ചോ. എന്റെ ഒരു ഫ്രണ്ട് വന്നു. അമ്മയ്ക്ക് സഞ്ജുവിനെ കണ്ടാ മനസ്സിലാവില്ലേ? ഞാൻ ചോദിക്കാതെ തന്നെ അവളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു. ആരോ അവളെ ഉപദ്രവിക്കാൻ വന്നപ്പോ സഞ്ജു രക്ഷിച്ചോണ്ട് പോയതാ അമ്മ കണ്ടത്. കള്ളം, പച്ച കള്ളം. അത് സഞ്ജു അല്ല, മറ്റൊരുത്തനാ. ഞാൻ അവന്റെ മുഖം കണ്ടതാ. എന്റെ അമ്മ ഒന്ന് നേർത്ത്, അത് സഞ്ജുവാ. നിനക്ക് ഞാൻ പറയുന്നതല്ലോ വിശ്വാസം, ആ കള്ളി പറയുന്നതാ. എനിക്ക് അവള് പറയുന്നതാ വിശ്വാസം. വിശ്വാസം ഇല്ലാത്തതേ അമ്മയാ. മതി ഇവിടെ സോം പറ്റി കിടന്നത്. നീ ചെന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ നോക്ക്. മോൻ അമ്മയെ കാണാൻ വന്നു. കുറച്ചു നേരം കൂടെ കിടക്കട്ടമ്മേ. എങ്ങനെ ഞാൻ അങ്ങോട്ട് പോവും? അമ്മി മോനും അല്ലേ? ആരാമേ വന്നത്? നീ അറിഞ്ഞോ? അമ്മു ചായ കൊണ്ടുവന്നതാ. എന്റെ ദൈവമേ, നിന്റെ കിടപ്പ് കണ്ട് ചമ്മി അവള് പോയത്. ഓ പിന്നെ, ഞാൻ എന്റെ അമ്മയുടെ അടുത്തല്ലേ കിടക്കുന്നത്. എന്റെ ദൈവമേ. അല്ല, എണീക്കുന്നില്ലേ?
ഞാൻ എന്ത് പറയും ചേച്ചിയോട്? ചേച്ചിയോട് സംസാരിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. ഹലോ ചേച്ചി. നിന്റെ ഒച്ച എന്താ അടഞ്ഞിരിക്കുന്നേ? അത് പിന്നെ നേർവീഴ്ച ചേച്ചി. നീ നിന്റെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണേ അമ്മു. വേറെ കുഴപ്പമൊന്നുമില്ല ചേച്ചി. സഞ്ജുന് നീ ചായ കൊടുത്തോ? രാജുവേട്ടൻ കൊടുത്തിട്ടുണ്ടാവും. ഓ, നീ അമ്മയെ പരിചരിക്കാൻ പോയതാണല്ലോ. സഞ്ജു എണീറ്റില്ലേ? ഇപ്പൊ അമ്മയുടെ മുറിയിലുണ്ട്. പിന്നെ എനിക്ക് ചേച്ചി ഒന്ന് കാണാൻ തോന്നുവോ? നിന്നെ കാണാൻ എനിക്കും തോന്നുവാ. പക്ഷെ ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് വരാൻ അമ്മ സമ്മതിക്കില്ല. നീ വിഷമിക്കണ്ട അമ്മു, നമുക്ക് ഉടനെ കാണാൻ അവസരം വരുന്നുണ്ട്. ലക്ഷ്മി പൂജയല്ലേ വരാൻ പോകുന്നത്? ലക്ഷ്മി പൂജയ്ക്ക് ഞങ്ങൾ എല്ലാവരും തറവാട്ടിലുണ്ടാവും. ശരി ചേച്ചി. ആ സമയം നമുക്ക് സഞ്ജുവിനൊപ്പം ഷോപ്പിങ്ങിന് പോണം. അതുവരെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല ചേച്ചി. ലക്ഷ്മി പൂജയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. സമാധാനമായിട്ടിരിക്കും. ശരി ചേച്ചി. എന്നാ വെച്ചോ, ഞാൻ വൈകിട്ട് വിളിക്കാം. ശരി. ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് ഞാൻ തന്നവരെയൊക്കെ അവസാനമായിട്ടൊന്ന് കാണണം. ചേച്ചിയോടും ചേച്ചിയുടെ അച്ഛനോടും മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കണം. മൗനമായി അവരോട് യാത്ര പറയണം. പിന്നെ അവരാരും അമ്മുവിനെ കാണില്ല. എന്താ ഗൗതം ഇങ്ങനെ? ഇത് ഓഫീസല്ലേ, ആര് വേണമെങ്കിലും കയറി വരാം. പറയട്ടെ, എനിക്ക് നിന്നൊന്ന് കാണാൻ തോന്നിയ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതും നീ ഇവിടെ തന്നെ ഉള്ളപ്പോ. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ മതി. ഞാൻ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ ഒരാളല്ലേ. ഗൗതം എന്റെ PA-യും. ഓഫീസിൽ ആ ബോധം വേണം. അത് കൂടെ ആളുള്ളപ്പോ പോരെ? എന്താ ഉദ്ദേശം അത് പറ. ഈ ഒളിച്ചുകളി മടുപ്പായിടും. നടക്കില്ല ഗൗതം. ഞാൻ ഈ കമ്പനിയിൽ കാല് ഉറപ്പിച്ച ശേഷം ആ സത്യം പുറം ലോകം അറിഞ്ഞാ മതി. മേ ഐ കം ഇൻ മാഡം? യെസ്, കം ഇൻ. എനിക്കിത് ക്ഷമിക്കാൻ കഴിയില്ല മിസ്റ്റർ ഗൗതം. ദേ, ഇന്ന് വൈകുന്നേരം മുഴുവൻ ഡീറ്റെയിൽസും എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. എന്റെ പിടിപ്പുകേടായിട്ട് സഞ്ജു ഇതിനെ കാണൂ. മാഡം, അതൊരു നോ ഫർദർ എക്സ്പ്ലനേഷൻസ്. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്ത് പോയിക്കോ. എന്തിനു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ, എന്താ റീത്ത? മാം, കണ്ടില്ലേ ഇവരൊക്കെ എത്ര കൃത്യമായിട്ടാ ജോലി ചെയ്യുന്നത്. ഇയാൾക്ക് മാത്രം എന്താ എത്ര ഡിലേ? ജോയിൻ ചെയ്തിട്ട് 1 മാസം പോലും തികഞ്ഞില്ലല്ലോ. മാഡം, ഇന്നലെ ചില ഫാമിലി പ്രോബ്ലംസ് ഒക്കെ വന്നുപോയി. കുടുംബവും ജോലിയും ഒന്നും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല ഗൗതം. ഇത് സഞ്ജുന്റെ ടേബിളിൽ എത്തിച്ചേക്ക്. ശരി മാം. ശരി. കൊള്ളാം, നല്ല പ്രകടനം. കുടുംബവും കമ്പനിയും കൂട്ടിക്കുഴയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയാ. ഓ, എന്നാ ഞാനൊരു കാര്യം പറയാം. സഞ്ജുവിന്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, ഒരു സച്ചി. അതവന്റെ പഴയ ഫ്രണ്ടാ. ഫ്രണ്ട് പഴയതോ പുതിയതോ ആവട്ടെ, പക്ഷേ സഞ്ജു അവനെ കെട്ടിയിറക്കിയതാ വ്യക്തമായ പ്ലാനിങ്ങോടെ. കാര്യം അറിയാതെ ഗൗതം ഓരോന്ന് വിളിച്ചു പറയല്ലേ. നിന്റെ ലോകം മംഗലശ്ശേരി വീടിന്റെ അകത്തളം മാത്രമാ, പക്ഷെ ഗൗതമിന്റെ ലോകം അതല്ല. വെയിറ്റ് ആൻഡ് സീ. അവിടുന്ന് ഇറങ്ങാൻ നേരം അമ്മ വിളിച്ചാ മതി. ഞാൻ വണ്ടിയുമായി വരാം. വിളിക്കാൻ എന്റെ ഫോൺ നമ്പർ അമ്മൂന് അറിയണ്ടേ? അത് രാജുവേട്ടൻ വിളിച്ചോളും. അമ്മൂൻ എന്താ വിളിച്ചാല്? മറ്റൊരാൾ കൂടെയുണ്ടെന്ന ചിന്ത പോലും അവനില്ല. ഇതിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട്, വാങ്ങിക്കോ. ഒരുത്തൻ അവളെ താലി കെട്ടി. ഇപ്പോ അവന്റെ കൂട്ടുകാരൻ അവളെ സ്നേഹിക്കാനും തുടങ്ങി. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മാത്രം അറിയില്ല. അമ്മോ മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ചു തുടങ്ങണം കേട്ടോ. ഏത് ഡ്രസ്സും അമ്മൂന് നന്നായി ചേരും. തന്റെ ചേച്ചി എന്താ ഇതൊക്കെ പറഞ്ഞു തരാത്തെ? താനിപ്പോ ജീവിക്കുന്നതേ നാട്ടുമ്പുറത്തൊന്നുമല്ല, സിറ്റിയിലാണ് അമ്മു ജീവിക്കുന്നത്. താനിങ്ങനെ ഗ്ലൂമി ആയിരിക്കരുത്. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ.
അതമ്മ മനസ്സിലാക്കണം. തന്നെ ആരും ഒന്നും ചെയ്യില്ലടോ. അവളുടെ വേദന അവൾക്കേ അറിയൂ. അതാരോടും അവൾക്ക് ഷെയർ ചെയ്യാനും കഴിയുന്നില്ല. സാഹചര്യം തിരിച്ചറിയാതെ പെരുമാറുന്ന മനുഷ്യനോളം വിഡ്ഢി ആരുണ്ട്? ശ്രീജേടത്തേക്ക് എഴുതി തരാന്ന് പറഞ്ഞത് അത് വേണ്ടെന്ന് വെച്ചാ ഏട്ടത്തെ ഒരു മണ്ടിയാണെന്ന് ഞാൻ പറയും. നമുക്കാർക്കും ഒരവകാശമില്ലാത്ത വീട്ടിലാണ് നമ്മൾ കിടക്കുന്നത്. ശരിക്കു പറഞ്ഞ കുടികിടപ്പുകാരാ നമ്മൾ. അർജുനേട്ടനാണെങ്കിൽ ഒരു പണിക്ക് പോകുന്നുമില്ല. എല്ലാം അറിഞ്ഞിട്ടല്ലേ അച്ഛൻ വന്നത്? ലച്ചു വന്ന് ഇവിടുന്ന് ആരോടും ഇറങ്ങി പോകാനൊന്നും പറയില്ല എന്ന് വെച്ച് എന്ത് പ്രതീക്ഷയാ നമുക്കുള്ളത്? അർജുനേട്ടനില്ലാതെ എന്ത് തരാന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല. ഞാൻ ഏട്ടത്തെ നിർബന്ധിക്കാൻ കാരണമുണ്ട്. മുത്തശ്ശിയുടെ മരണം വെറുതെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുത്തശ്ശി എങ്ങും പോയിട്ടില്ല. മുത്തശ്ശിയുടെ ആത്മാവ് ഈ വീട്ടിൽ തന്നെയുണ്ട്. ബലിയിട്ടതുകൊണ്ടൊന്നും ആത്മാവിനൊരു ശാന്തിയും കിട്ടാൻ പോകുന്നില്ല. അനിയൻ പറയുന്നത്? മുത്തശ്ശിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് പോലീസിൽ പരാതിപ്പെടാനാ എന്റെ തീരുമാനം. അതിനു മുമ്പ് ശ്രീജേടത്തി ഇവിടുന്ന് പോകാൻ നോക്കണം. പോലീസിൽ പരാതിപ്പെട്ടാലുള്ള ഭവിഷ്യത്ത് അനിയൻ ഓർക്കാതെയാണോ ഇങ്ങനെ ഒരു തീരുമാനം? നാട്ടുകാരൊക്കെ വിവരം അറിയില്ലേ? അത് ഒളിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? ഈ വീട്ടിൽ ആരെയും സംശയമുള്ളതായി ഞാൻ പറയില്ല. പുറത്തു നിന്ന് ആരെങ്കിലും വന്നതാണെങ്കിലോ? അനിയൻ എന്ത് പറഞ്ഞാലും സംശയത്തിന്റെ മുന നേടുന്നത് ഈ വീട്ടിലുള്ളവരുടെ നേരെയാവും. മുത്തശ്ശിയുടേത് സ്വാഭാവിക മരണമാണെങ്കിൽ നിരപരാധികളെ ക്രൂശിക്കുന്നതിന് തുല്യമല്ലേ? ആ തുണിക്കഷ്ണം അപ്പൊ മുത്തശ്ശിയുടെ കയ്യിൽ എങ്ങനെയാ വന്നത്? ശ്രീജേടത്തി മറുപടി പറ. മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് അവസാനം പോയത് ഞാനാ. അന്നേരം മുത്തശ്ശി 2 കൈയും നെഞ്ചിൽ കോർത്തു വെച്ച കിടന്നത്. തുണിക്കഷ്ണം തന്നത് ഞാനാണെന്ന് പോലീസിൽ പറയില്ല അനിയ? ഞാനത് പറയില്ല. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? അത് അമ്മ എന്താ പെട്ടെന്ന് പോകുന്നത്? ചേച്ചിയെ കാണണമെന്ന് തോന്നി. രാജുവേട്ടനും കൂട്ടി പോയിട്ട് വരാൻ അമ്മ പറഞ്ഞു. എന്നാ ഇത്? ഈ ചേച്ചി അനിയത്തി കൊള്ളാലോ അങ്കിളെ. എനിക്ക് ഇവളാരാണെന്നും ഇവൾക്ക് ഞാൻ ആരാണെന്നും സച്ചിക്ക് അറിയില്ല. അറിയാത്തത് ശരിക്കും നിനക്കാ ശ്രീകുട്ടി. നീ ഒന്നിച്ചൊരു ജീവിതം സ്വപ്നം കാണുന്ന സഞ്ജുവിന്റെ ഭാര്യയെ ഇവള്. ആ സത്യം നീ അറിഞ്ഞ ഇതായിരിക്കില്ല നിന്റെ മനോഭാവം. കരയില്ലേ അമ്മ? അച്ഛന് ഇതാരാണെന്ന് മനസ്സിലായോ? ആളെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. അങ്കിളിന്റെ ഊഹം തെറ്റിട്ടില്ല അങ്കിളെ. മോള് വിവരങ്ങളൊക്കെ പറഞ്ഞു. സച്ചിയെ കണ്ടതിൽ സന്തോഷമുണ്ട്. വാ, അകത്തേക്ക് വരാം. എനിക്ക് അല്പം തിരക്കുണ്ടെങ്കിൽ അമ്മൂനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോ അകത്ത് കേറിയിട്ടേ ഞാൻ പോവും. ആഹാ, കൂട്ടിക്കൊണ്ടുപോവാനും സച്ചിനെ വരുന്നുണ്ടോ? കൊണ്ടുവിട്ടാ മതിയോ? തിരിച്ചു കൊണ്ടുപോകേണ്ട കടമയും എനിക്കില്ലേ? അതെ, അമ്മുവിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. സച്ചി ബുദ്ധിമുട്ടണ്ട. ഇവനത് വേണം. കേട്ടോ അങ്കിളെ, ഒരു ഹെൽപ്പ് ചെയ്താ ഇതാണ് അവസ്ഥ. എന്നാ സച്ചി ചെല്ല്. അമ്മു വിളിച്ചാ മതി കേട്ടോ. അമ്മുവിനെ ഞാൻ കൊണ്ട് വിട്ടോളാം. ആയിക്കോട്ടെ, നിങ്ങൾ ചേച്ചിയായി അനിയത്തിയായി. അമ്മു ഓക്കെ. നമുക്ക് സംസാരിക്കാൻ പോലും അച്ഛൻ സമയം തന്നില്ല. എനിക്ക് സന്തോഷാ തോന്നിയത്. എനിക്കിങ്ങനൊരു ഭാഗ്യം വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. നീ അവിടെയും കിച്ചണിൽ കയറി സ്വയം പണികൾ ചെയ്യാൻ തുടങ്ങിയല്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്നെ ഞാൻ അയച്ചത് എനിക്ക് പകരക്കാരിയായിട്ടാ. ഞാനൊരിക്കലും ചേച്ചിക്ക് പകരക്കാരിയാവില്ല. വീട്ടുപണിക്കാരിയെന്ന് നിന്നെപ്പറ്റി ആരെങ്കിലും അവിടെ പറഞ്ഞ ഞാൻ സഹിക്കില്ല, കേട്ടല്ലോ. എന്നെ ആരും ഇങ്ങനെ കരുതുന്നില്ല ചേച്ചി. കാവേരി ചേച്ചിക്കും മുത്തശ്ശിക്കും ഒക്കെ എന്നെ വലിയ കാര്യ. നിന്നോട് താല്പര്യമില്ലാത്തവരും അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. മറ്റാരുമല്ലത് കവിത ഇളയമ്മ തന്നെയാ. അമ്മയുടെ മറ്റൊരു പതിപ്പാ കവിത ഇളയമ്മ. ഗൗരവക്കാരിയാണെന്നേ ഉള്ളൂ. എന്നെപ്പോലൊരാളോട് അനിഷ്ടം കാട്ടേണ്ട എന്ത് കാര്യമുള്ളത്? ഞാൻ അവിടെ താമസിക്കാൻ ചെന്നൊന്നുമല്ലല്ലോ. ഗതികേട് കൊണ്ടൊന്നുമല്ല നീ അവിടെ നിൽക്കുന്നേന്നുള്ള ബോധം നിനക്ക് വേണം. നിനക്ക് എന്തു വിഷമം ഉണ്ടായാലും എന്നെ വിളിക്കണം. ആ നിമിഷം നിന്നെ ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരും. ചേച്ചി എന്റെ കാര്യമെടുത്ത് വിഷമിക്കാതിരുന്നാ മതി. നിനക്ക് വിഷമം ഉണ്ടായ അതെന്നെയല്ലേ ബാധിക്കുന്നത്? ഞാനുള്ളപ്പോ നിനക്കൊരു ദുഃഖം ഉണ്ടാവില്ലമ്മോ. എന്റെ ദുഃഖം ഞാനൊരു വഞ്ചകയെ പോലെ ചേച്ചിക്കൊപ്പം ഉള്ളതാ. നിന്റെ ഭർത്താവ് മടങ്ങി വരുന്നവരെ നിന്നെ ഞാൻ സംരക്ഷിക്കും. ഒരിടത്തും ഞാൻ നിന്നെ വിടില്ല. അദ്ദേഹം വരില്ല ചേച്ചി. നമ്മൾ രണ്ടുപേരും
ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് ഒരാളെയാ. അദ്ദേഹം എനിക്ക് ദൈവവും ചേച്ചിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് മാത്രം. ഞാനേ കപ്പ് എടുത്തോണ്ട് വരാം. നിനക്ക് ആ ഗിഫ്റ്റ് വേണ്ടായിരുന്നെങ്കിൽ നീ അത് നിരസിക്കണമായിരുന്നു. നീ നാണം കെടുത്തിയത് കൽപ്പനയെ മാത്രമല്ല, ഈ കാഞ്ചനെ കൂടിയ. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാ പിന്നെ അതിന്റെ അവകാശം കിട്ടിയ ആളാ. പ്രഭേ, പ്രഭേ, നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഇവരുടെ ആരാ ഈ പെണ്ണ്? അതൊന്ന് പ്രഭ പറഞ്ഞതാ. എന്റെ മനസ്സിന്റെ വേദന പ്രഭയ്ക്ക് അറിയില്ല. ഇവളിൽ നിന്ന് ഞാൻ ഇത്രയും അകന്നു പോയ പ്രഭേ. ഒരു തവണ, ഒരേ ഒരു തവണ ഇവളിത് കഴുത്തിലിട്ട് കാണാനാ ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ ഇത് ആർക്ക് കൊടുത്താലും എനിക്ക് വേദന ഉണ്ടാവില്ല. ഞാൻ അണിയുന്നതും അമ്മു അണിയുന്നതും എനിക്കിപ്പോ ഒരുപോലെയാ. നിനക്ക് നീയും ഇവളും തമ്മില് ഒരു വ്യത്യാസം ഇല്ലെന്നാണോ? ഇല്ല ഇല്ല ഇല്ല. എന്റെ എല്ലാത്തിലും അവകാശം അമ്മൂനും ഉണ്ട്. എന്നാ നീ നിന്റെ ഭർത്താവിനെയും ഇവൾക്ക് പകുത്തു കൊടുക്കോടി. എടാ, ഞാനും അമ്മൂനെ കണ്ടതാ. ഇങ്ങനെ ആകർഷിക്കാനും മാത്രം എന്ത് പ്രത്യേകതയാണ് അവൾക്കുള്ളത്? നീ ഇത് പറയാൻ കാരണമേ നിന്റെ മനസ്സിലൊരു പെണ്ണിരുന്നിട്ടാ. എനിക്ക് അമ്മൂനെ ആവറേജ് പെണ്ണായിട്ടാ തോന്നിയത്. എടാ, നീ അവളെ തന്നെ ആണോടെ കണ്ടത്? ചേടാ, ഇതിപ്പോ നിന്നോട് എന്ത് പറഞ്ഞാലും ഏൽക്കാതായാലോ? സഞ്ജു, നീ പേടിക്കണ്ട. എനിക്ക് അവളോട് അഫയർ ഒന്നും തോന്നി തുടങ്ങിയിട്ടില്ല. ഓ, എന്നും വെച്ചാ തുടങ്ങിയെന്നും വരാന്ന്. എടാ, അവളുടെ ഭർത്താവ് മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയല്ല സ്വാതി. അലങ്കാരത്തിനല്ല അവൾ ആ താലി അണിഞ്ഞിരിക്കുന്നത്. ഒരു നേരമെങ്കിലും അവൾ ആ താലി പിടിച്ച് കുങ്കുമം തൊട്ട് നെറ്റിയിൽ വെക്കുമെന്നാ സ്വാതി പറഞ്ഞത്. എടാ, അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ഈ ജന്മം അവളെ തേടി വരില്ലെന്ന എന്റെ ഒരു വിശ്വാസം. അത് നിനക്കെങ്ങനെ പറയാനാവൂ? എടാ, അവളെ പോലൊരു പെണ്ണിനെ വേണ്ടാന്ന് വെച്ചവൻ മനുഷ്യനാണോടാ? നിർത്ത്. ഏതോ ഒരു പെണ്ണിനെ പറ്റി ചർച്ച ചെയ്ത് നമ്മൾ എന്തിനാണ് നമ്മുടെ സമയം കളയുന്നത്? അവള് ഏതോ ഒരു പെണ്ണല്ല. ചേച്ചിക്ക് നിസാരോ എന്റെ അമ്മയോട് പറഞ്ഞെന്ന് വല്ല ബോധമുണ്ടോ? അമ്മ വളരെ സന്തോഷത്തോടെ തന്ന ഗിഫ്റ്റ് എനിക്ക് എന്തിനാ തന്നെ? നിനക്ക് ആ മാല ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? അതാ നിനക്ക് ഞാനത് തന്നത്. പിന്നെ അമ്മ ചോദിച്ചതിനാ ഞാൻ മറുപടി പറഞ്ഞു. ഞാനായിട്ട് അങ്ങോട്ട് മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. മാല ഇഷ്ടപ്പെട്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ എനിക്കത് വേണമെന്നല്ല. അമ്മ ചോദിച്ചാലും ഇല്ലെങ്കിലും ചേച്ചി അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. ചേച്ചി ഉപദേശിക്കാൻ ആളല്ല ഞാൻ. അഗ്നിസാക്ഷിയായി താലി ചേർത്തുന്ന ഭർത്താവിനെ പോലും പങ്കിട്ട് നൽകുന്ന ചേച്ചിയല്ലേ പറഞ്ഞത്? ചേച്ചിക്ക് വേണ്ടി താലി കെട്ടിയ ഭർത്താവിനെ സമ്മാനിക്കാൻ തയ്യാറായി വന്ന ലക്ഷ്മിയാണ് ചേച്ചി ഉപദേശിക്കുന്നത്. കൊള്ളാം. ഞാൻ അമ്മയോട് വെറുതെ ദേഷ്യത്തിൽ പറഞ്ഞല്ല. എനിക്കുള്ളതെല്ലാം അമ്മൂന്റേതും കൂടിയാ. അപ്പോ ശ്രീകുട്ടി ദേഷ്യത്തിൽ പറഞ്ഞല്ലേ? അമ്മൂന്റെ കാര്യത്തിൽ ഞാൻ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. എന്നെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ചേച്ചിയുടെ രാജകുമാരനെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതറിയുമ്പോ ഈ സ്നേഹം ഇല്ലാതാവോ? നീ ഒന്ന് ചിരിക്കുമോ? ചേച്ചി ചുറ്റുള്ള എല്ലാരും വേദനിപ്പിച്ച് ഒരാളെ സ്നേഹിക്കുന്നത് ഒരിക്കലും യഥാർത്ഥ സ്നേഹമല്ലെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വേദനിപ്പിച്ചുകൊണ്ട് ചേച്ചി എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ? എന്റെ ചുറ്റുമുള്ളവരെന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്റെ അനിയത്തിയെ സ്നേഹിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറയില്ല. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ച, നിനക്ക് ദോഷം വരുന്ന എന്തേലും ചെയ്താ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല. അത്രയ്ക്കിഷ്ടം എനിക്ക് നിന്നെ. എനിക്കും ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ചേച്ചി ഇതേപോലെ തന്നെയല്ലേ അമ്മയ്ക്ക് ചേച്ചിയോടുള്ള സ്നേഹവും? അമ്മയ്ക്ക് സ്നേഹിക്കാനും പിണങ്ങാനും വഴക്ക് പറയാനും ഒക്കെ ചേച്ചി മാത്രല്ലേ ഉള്ളൂ. ചേച്ചിയാണ് ജീവനും ജീവിതം എന്ന് കരുതി ജീവിക്കുന്നവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലാത്തതാ. എന്നെ ചേച്ചി സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് ചെവിക്കൊള്ളണം. ചേച്ചിയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ ഹൃദയം നൊന്നിട്ടാ. ചേച്ചിയുടെ സ്നേഹം ഞാൻ നിരസിക്കുന്നത് പോലെയാ അമ്മയുടെ സ്നേഹം ചേച്ചി നിരസിക്കുന്നത്. ചേച്ചി അമ്മയോട് മാപ്പ് പറയണം. അതിൽ കുറഞ്ഞൊന്നും ചേച്ചിക്ക് ചെയ്യാനില്ല. അമ്മ പറയുന്നത്. ചേച്ചിക്ക് കിട്ടിയ ഗിഫ്റ്റ് ചേച്ചി സ്വീകരിക്കണം. അത് ചേച്ചി വേണം.
എനിക്ക് അഭയം തന്നതിന്, ഒരു മകളെ പോലെ കണ്ടതിന് ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കും. ഞാനിവിടുന്ന് പോയില്ലെങ്കിൽ ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല. എന്താ കുട്ടി ഇങ്ങനെ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിക്കതറിയാം. നാശം മാറങ്ങോട്ട്. എന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഈ നാടകമൊന്നും കാണണ്ടായിരുന്നു. ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എന്റെ ഭർത്താവിനെ അമ്മയുടെ മകൾക്ക് നൽകി അമ്മ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഈ വീട്ടിൽ നിന്നും ചേച്ചിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഞാൻ പോവാം. അമ്മ എന്നെ വഴക്ക് പറഞ്ഞാലും വേലക്കാരിയായിട്ട് കണ്ടാലും എന്റെ മനസ്സിൽ ചേച്ചിയുടെ അമ്മയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടാവും. ശപിക്കരുത്. ഞാൻ പൊയ്ക്കോട്ടെ. പോയി വരാവുന്ന പറ മോളെ. ഒന്ന് പോയാ മതി. പിന്നെ ഓരോ കാരണം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കേറി വന്നേക്കരുത്. അമ്മു വാ പോവാം. ഞാൻ പോവാ ചേച്ചി. അമ്മ അമ്മു ടാക്സി വന്നു. ഞാൻ പോട്ടെ ചേച്ചി. പോയിട്ട് വാ. പറ്റില്ല ശ്രീകുട്ടി. നീ കാഞ്ചനയുടെ മോള. എന്റെ ഗുണം നിന്നിലുണ്ട്. അത് അവൾക്കുണ്ടാവോ? പിന്നെ എങ്ങനെയാ ശ്രീകുട്ടി അവള് നിന്റെ അനിയത്തിയാവുന്നത്? എനിക്കെങ്ങനെയാ അവളെ എന്റെ മകളായിട്ട് കാണാൻ കഴിയുന്നത്? അമിതമായിട്ട് വിശ്വസിക്ക ശ്രീകുട്ടി നീ അവളെ. മോളെ, അവളുടെ ഇന്നലകൾ നിനക്കറിയില്ലേ? ഭർത്താവ് ആരാണെന്ന് പോലും അവള് നിന്നോട് പറയാൻ തയ്യാറാവുന്നില്ലേ? അവൾക്ക് എന്നെ ചതിക്കാനാവില്ല അമ്മ. അത്രയ്ക്ക് പാവം അമ്മു. അമ്മു അങ്ങനെ ചെയ്താ നിനക്ക് താങ്ങാൻ കഴിയില്ല ശ്രീകുട്ടി. നാളെ അവളെ കുറിച്ച് ഒരു വിവരവും നിനക്കില്ലാതായാലോ? ഒരു വാക്ക് പോലും പറയാതെ അവള് പോയാ ചതിയല്ലാതെ അത് മറ്റെന്താ? കഴിഞ്ഞത് നിർഭാഗ്യകരമായി പോയി. അതവിടെ കഴിഞ്ഞു. രണ്ടുപേരും ജയിക്കാൻ പറഞ്ഞതായി മാത്രം ഞാൻ എടുക്കുന്നു. ദേ, ഇനി ഇത്തരം സംസാരം ഉണ്ടാവരുത്. ശ്രീകുട്ടി, എനിക്ക് നിന്റെ സന്തോഷവും നിന്റെ ജീവിതവും വലുത്. മോളെ, ഞാൻ എന്തു പറയുന്നതും നിനക്ക് വേണ്ടിയാ. അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റാതാകുന്നത് നിർഭാഗ്യമാണെന്നേ ഞാൻ പറയൂ. എനിക്കറിയാം അമ്മ. അമ്മ എന്നോട് ക്ഷമിച്ചെന്ന് ഞാൻ കരുതുന്നു. ഇല്ല മോളെ, ഒരാളോടുള്ള സ്നേഹം വേറെ, സ്വന്തം ജീവിതം വേറെ. അത് നീ മനസ്സിലാക്കിയെങ്കിൽ ഞാൻ ക്ഷമിക്കാം. എനിക്ക് മനസ്സിലായമ്മേ. മോളെ, അമ്മ ക്ഷമിച്ചു. മോള് വയ്ക്കൂ. നിനക്കിതുപോലെ കുറച്ച് മയത്തിൽ സംസാരിച്ചുകൂടെ? മോളെത്ര കൂളായിട്ട് കൈകാര്യം ചെയ്തു. പ്രഭേ, ആ പെണ്ണിന്റെ കാര്യത്തിൽ ശ്രീകുട്ടിക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ലേ? എനിക്കും അതറിയാം, പ്രഭയ്ക്കും അതറിയാം. സഞ്ജു താലി കെട്ടിയ പെണ്ണ്. സഞ്ജു നിങ്ങളുടെ വിവാഹത്തെപ്പറ്റി എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്ന് സംഭവിച്ചതൊക്കെ എനിക്കറിയാം. അമ്മു ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അമ്മു ഈ മുറിയിൽ മറന്നു വെച്ചിട്ട് പോയ ആ ഫോട്ടോ കണ്ടപ്പോഴാ. അമ്മുവിനെ വിളിക്കാനായി വന്നപ്പോ യാദൃശ്ചികമായി കണ്ടതാ ഞാൻ. ഇവിടെ വരും വരെ
അമ്മൂനൊന്നും അറിയില്ലായിരുന്നു എന്ന് എനിക്കറിയാം. സഞ്ജുവിനെ തിരിച്ചറിഞ്ഞ നിമിഷം അമ്മ മുറിയിലേക്ക് ഓടുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ദിനേശേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കാൻ കാരണം അതാ. ഞാൻ ഇവിടുന്ന് പൊക്കോളാം. രാജുവേട്ടൻ ഇതാരോടും പറയില്ലേ. അമ്മൂനെ നന്നായി മനസ്സിലാക്കിയവരാ ഞാൻ. അമ്മൂടം വിട്ട് പോകുന്ന എനിക്കറിയാം. യാത്ര പറയാനല്ലേ ശ്രീകുട്ടിയെ കാണാൻ പോയത്. അതെ രാജുവേട്ട, അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് പോയേ തീരൂ. ശരിക്കും ധർമ്മസങ്കടത്തിൽപ്പെട്ടത് ഞാനാ. എല്ലാം തുറന്നു പറഞ്ഞ സഞ്ജുവിനോട് പോലും അമ്മ ആരാന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. അമ്മ പോണോന്ന് ഒരിക്കലും ഞാൻ ആവശ്യപ്പെടില്ല. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ 3 പേർക്കും വിഷമമേ ഉണ്ടാവൂ. ഞാൻ നോക്കിയിട്ട് ഇതിനൊരു പരിഹാരവും ഇല്ല അമ്മു. അദ്ദേഹത്തിനും ചേച്ചിക്കും ഒരു സങ്കടവും വന്നുകൂടാ. അദ്ദേഹം മറ്റൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി സ്വയം ഒഴിഞ്ഞു കൊടുത്തവളാ ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും വരില്ല രാജുവേട്ട. അവരുടെ സന്തോഷം ഞാൻ കാരണം ഇല്ലാതായ അതായിരിക്കും എന്റെ ഏറ്റവും വലിയ വിഷമം. ഇന്ന് രാത്രി ആരോടും പറയാതെ ഞാൻ പോകുന്നതോടെ എന്റെയും രാജുവേട്ടന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഞാൻ എന്തു പറയാനാ അമ്മു? മനുഷ്യൻ നിസ്സഹായരായി പോകുന്ന നിമിഷങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലൊരു നിമിഷം ആരുടെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. രാജുവേട്ടൻ പോയിക്കോ. പിന്നെ ഞാൻ പോയിട്ട് അമ്മ ആരായിരുന്നു എന്ന് ഒരു കാലത്തും അദ്ദേഹത്തോട് പറയില്ല. ഇല്ലമ്മു. നിങ്ങൾക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല. അനുഭവം കൊണ്ട് നിങ്ങൾ പഠിക്കൂ. ഞാനെന്ത് പഠിക്കാനടി? എന്നെ ചീത്ത വിളിച്ചിട്ട് പോയ നിന്റെ തന്തയുടെ തറവാട്ടി ഞാൻ വന്ന് കിടക്കണം അല്ലേ? അയാളെ ഞാൻ പൂവിട്ട് തൊഴണം. നിനക്കത് കാണണം. തറവാട് എന്റെ പേരിൽ എഴുതി തന്ന അച്ഛൻ അനിയത്തിയുടെ വീട്ടിൽ പോവും. ആരും അവകാശം പറഞ്ഞ് അങ്ങോട്ട് വരില്ല. അർജുനേട്ടന്റെ സ്വഭാവം അവർക്ക് എല്ലാവർക്കും അറിയാം. നിനക്ക് എന്നെയും കൊണ്ട് നിന്റെ വീട്ടിൽ പോയി താമസിക്കണം. അതല്ലേ നിന്റെ മനസ്സിൽ? ഇക്കാലത്തിനിടയിൽ അങ്ങനെ ഒരു ആവശ്യം ഞാൻ അർജുനേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ പറയാനൊരു കാരണമുണ്ട്. ലച്ചു എന്ന ഓലപ്പാമ്പിനെ കാണിച്ചിട്ട് നീ എന്നെ പേടിപ്പിക്കാൻ വരില്ലേ? ഇന്നലെ വരെ ജീവിച്ചത് ആ സത്യം മനസ്സിലാക്കി തന്നെയാ. അവകാശവും പറഞ്ഞ് ലച്ചു വരില്ല. അല്ലാതെ തന്നെ ഞങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവരും. സ്വത്തുക്കൾ എഴുതി വാങ്ങുകയും ചെയ്യും. നീ അത് കാണാൻ പോകുന്നേ ഉള്ളൂ. ഇനി അതിനുള്ള സമയവും സാവകാശമൊന്നും ഇവിടെ ആർക്കും കിട്ടാൻ പോണില്ല. നിങ്ങളാരും സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങളാ ഈ കുടുംബത്തിൽ വരാൻ പോണത്. അതിനു മുന്നേ രക്ഷപ്പെടാനാ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എന്ത് സംഭവിക്കാനടി പോകുന്നേ? നീ എന്താ വല്ല ജോത്സ്യനെ പോയി കണ്ടോ? അതിന് ജോത്സ്യനെ കാണേണ്ട കാര്യമൊന്നുമില്ല. തെളിച്ചു പറയടി. മുത്തശ്ശിയുടേത് സ്വാഭാവിക മരണമല്ലെന്ന് അനിയന് സംശയമുണ്ട്. കൊലപാതകമാണത്ര. അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞു? പറഞ്ഞെന്നു മാത്രമല്ല, പോലീസിൽ സമീപിക്കാനും അനിയൻ ആലോചിക്കുന്നുണ്ട്. സത്യമാണ് നീ പറയുന്നത്? ഇങ്ങനൊരു കാര്യം ഞാൻ കള്ളം പറയോ? അനിയന്റെ കയ്യിൽ അതിനു വേണ്ട എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. തെളിവോ? എന്ത് തെളിവ്? ഇത്രയും കാര്യങ്ങൾ അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറയും. പറയടേ. എടി പറയാൻ. അതെന്താണെന്ന് അനിയൻ പറഞ്ഞില്ല. അവന് സംശയം നരേന്ദ്രൻ ചേട്ടനാണ്. അവൻ പോലീസിനെ സമീപിച്ച നരേന്ദ്രൻ ചേട്ടന്റെ പേര് പറയും. എനിക്കും തോന്നുന്നത് നരേന്ദ്രൻ ചേട്ടൻ തന്നെ അത് ചെയ്തെന്ന. അളിയന് ആ തള്ളയെ കൊന്നിട്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? അർജുനേട്ടന് ഞാനത് പറഞ്ഞു തരണോ? ലച്ചുനെ ഈ വീട്ടിലേക്ക് വരുത്താനാ നരേന്ദ്രൻ ചേട്ടൻ മുത്തശ്ശി ശ്വാസം മുട്ടിച്ച് കൊന്നത്. അത് തന്നെ സംഭവിച്ചില്ലേ? നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ നിന്നെ ഞാൻ കൊല്ലും. എന്റെ നാവടക്കിട്ട് കാര്യമുണ്ടോ? പോലീസ് ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ താമസം മാറുന്ന നല്ലത്. എവിടെയും ഒരു ആശ്രയം കണ്ടെത്തിയിട്ട് അമ്മ പോകുന്നത് നല്ലത്. ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ആപത്ത് ക്ഷണിച്ചു വരുത്തുകയാണെന്ന് രാജുവേട്ടനും അറിയാം. ഒക്കെ ശരി തന്നെ. രഞ്ജുവിന്റെ മുന്നിൽ ചെന്നപ്പെടാതെ അമ്മൂനെ ഞാൻ സഹായിക്കാം. ഞാനത് ചെയ്യുന്നുമുണ്ട്. ഒന്ന് നോക്കിക്കണ്ട് നിന്നാ മതി. അതിനു മുമ്പ് അമ്മ ഒരു വഴി കണ്ടെത്ത്. അത് കഴിഞ്ഞു മതി പോകാനുള്ള ചിന്തയൊക്കെ.
രാജുവേട്ടൻ അദ്ദേഹത്തിന് ചായ കൊടുത്തിട്ട് വാ. ചായ കൊടുക്കാൻ ഭാര്യ കിച്ചണിലുണ്ടായിട്ടും അവളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കാനുള്ള യോഗം സഞ്ജുവിന് ഇല്ലാതെ പോയി. ഇതിന് പിന്നിൽ നിന്റെ അപ്പച്ചി അങ്കിളും തന്നെ ഉള്ളത്. എനിക്കതറിയാടാ. എല്ലാം അറിഞ്ഞിട്ടും നീ എന്താ ഒരു ആക്ഷൻ എടുക്കാത്തത്? രണ്ടുപേരും മത്സരിച്ച് കമ്പനിയെ കൊള്ളയടിക്കുക. ഇത് അവർക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? എടാ, അവർക്ക് വേണ്ടത് അവരെടുക്കട്ടെ. ഇങ്ങനൊരു ന്യായീകരണം അല്ല വേണ്ടത്. ശരിക്കും ഇതൊരു സാമ്പത്തിക തട്ടിപ്പാ. എനിക്കറിയാം. അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും നടപടിയെടുത്താ ഈ കുടുംബം ഇല്ലാതാവും. എനിക്ക് എല്ലാത്തിലും വലുത് ഈ കുടുംബം. ആ വീക്ക്നെസ് വെച്ച് തന്നെയാ നിന്നെ അവർ നന്നായി ചൂഷണം ചെയ്യുന്നത്. നീ ഇതിനെതിരെ കണ്ണടച്ച വലിയ വലിയ പ്രത്യാഘാതം ഉണ്ടാവാൻ പോകുന്നത്. എനിക്കത് നിന്നോട് പറയാനുള്ളൂ. എടാ, നമ്മൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയിൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആരും ഉണ്ടാവില്ല. അതിൽ നിനക്ക് ഒരു ടെൻഷനും വേണ്ട. ബിസിനസ്സും ഫാമിലിയും രണ്ടും രണ്ടായി കാണാൻ ഇനിയെങ്കിലും നീ ഒന്ന് പഠിക്കും. എടാ, ഞാൻ ഉടനെ ഇറങ്ങും. നീ കൂടെ വരുന്നുണ്ടോ? ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതൊക്കെ കണ്ടാലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിനക്കത് ഇഷ്ടപ്പെടുകയില്ല. ആയിക്കോട്ടെ. ഈ വീട്ടിൽ തുറന്നു പോകാൻ തന്നെയാണോ? അങ്ങനെ തന്നെ കൂട്ടിക്കോ. നിന്നെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. അറിയാലോ ദിനേശനെ? നന്നായിട്ടറിയാം. വഴി കൂടെ പോകുന്ന ആളുകളെ തലക്കടിച്ചു വീഴ്ത്തി കൊള്ളയടിക്കുന്ന ആളല്ലേ. നീ എന്നെ പറ്റി എന്തു പറഞ്ഞാലും ആര് വിശ്വസിക്കാനാടി? നീ ആരാണെന്ന് ആദ്യം സ്വയം ചിന്തിച്ചു നോക്ക്. ശ്രീദേവി ചേച്ചിയെ നോക്കാൻ വന്നിരിക്കുന്ന വെറും ഒരു ജോലിക്കാരിയില്ലേ നീ? ഞാനോ ഈ വലിയ കുടുംബത്തിലൊരു അംഗം. എനിക്ക് നിന്റെ മുതൽ തട്ടിയെടുക്കേണ്ട എന്ത് കാര്യമാടി ഉള്ളത്? വേണ്ടി വന്നാൽ നീ സ്വഭാവ ദൂഷ്യമുള്ളവളാണെന്ന് വരെ ഞാൻ പറയും. എല്ലാവരുടെ മുമ്പിലും നീ നാറിപ്പോവും. നിനക്ക് കാണണോ? കാണണം. ഇപ്പൊ തന്നെ എല്ലാരും വിളിച്ചത് പറ. ശ്രീകുട്ടി നിന്റെ കൂടെ ഉണ്ടെന്ന അഹങ്കാരം അത് നിനക്ക് വേണ്ട. ഏത് പെണ്ണിനെ നാറ്റിക്കാനും ഒരു പുരുഷനെ കൊണ്ട് സാധിക്കും. ഏത് പുരുഷനെ നാറ്റിക്കാനും പെണ്ണിനെ കൊണ്ടും കഴിയും. അത് നിങ്ങൾ മറക്കണ്ട. ഞാൻ നിങ്ങളെ വശീകരിക്കാൻ വന്നെന്ന് പറഞ്ഞ നിങ്ങളുടെ ഭാര്യ പോലും വിശ്വസിക്കില്ല. ദാ ഇപ്പൊ ഇവിടുന്ന് നിലവിളിച്ച എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ? നീ എന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്ത ആഭരണങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. നീ അത് വാങ്ങിയതുപോലെ തന്നെ. നീ എന്റെ പേരിൽ ആരോപണം പറഞ്ഞാൽ നിനക്കാള് മാറിപ്പോയെന്ന് ഞാനും പറയും. എനിക്കെതിരെ എന്ത് തെളിവാടി നിന്റെ കയ്യിലുള്ളത്? തെളിവ് എന്റെ കയ്യിലില്ല, നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലുണ്ട്. അയ്യോ, മനസ്സിലായില്ലേ? നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങി സമ്മാനിച്ചതാണെന്ന് പറയുന്ന ആ 2 വളകൾ ആരുടേതാ? കാവേരി ചേച്ചിയുടെ കൈ കിടക്കുന്ന 2 വളകൾ എന്റേതാ. എന്റെ വളകൾ ഞാൻ തിരിച്ചറിയില്ല എന്ന് കരുതിയോ? പിന്നെ ലോകത്ത് വേറെ ആർക്കും വളകളില്ല. എന്താ നിന്റെ പേരതിൽ കുത്തിവെച്ചിട്ടുണ്ടോ? എന്റെ പേരൊന്നുമില്ല. പക്ഷേ ഞാൻ വാങ്ങിയ കടയുടെ അടയാളം അതിലുണ്ടാവും. നിങ്ങൾക്ക് ഒരു കടയുടെ പേര് പറയാൻ പറ്റുമോ? അല്ലെങ്കിലും കള്ളൻ എന്തിനു കടയുടെ പേരറിയണം? കക്കുന്നത് കിട്ടിയ വിലക്കങ്ങ് വിറ്റാ പോരെ. ഇതുപോലെ നല്ല കുടുംബത്തിലൊരു അംഗമായിട്ട് കൊള്ളയടിക്കാൻ നിങ്ങക്ക് നാണമില്ലേ? നിക്ക്. ഇനി എങ്ങാനും ഭീഷണിയായിട്ട് എന്റെ അടുത്ത് വന്ന ആ വളകൾ എന്റേതാണെന്ന് ഞാൻ കാവേരി ചേച്ചിയോട് അങ്ങ് പറയും. ഭർത്താവിന്റെ തനി സ്വരൂപം ചേച്ചി അറിയും. നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല, ആ നല്ല ചേച്ചി കരുതിയ എന്റെ വളകൾ കണ്ടിട്ടും എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഇവളെ തീർത്ത് കളയാതെ എനിക്കിനി രക്ഷയില്ല. ഭർത്താവ് സമ്മാനിച്ചതാന്ന് കരുതി സന്തോഷിക്കുന്ന പാവൻ ചേച്ചിയുടെ കൈ കിടക്കുന്ന വളകൾ ഞാനങ്ങ് വേണ്ടാന്ന് വെക്കും. പക്ഷെ എന്റെ ബാക്കി ആഭരണങ്ങൾ നിങ്ങൾ മടക്കി തന്നേ തീരൂ. അത് വാങ്ങാൻ നീ ഉണ്ടാവില്ലടി. സച്ചി, നീ എവിടെയാടാ? എടാ, ഒരു എമർജൻസി ഉണ്ട്. നീ പെട്ടെന്ന് വരുമോ? പറഞ്ഞ കേക്കില്ലെങ്കിൽ പിന്നെ ചെന്ന് കയറട്ടെ. എന്നോട് ആരാ ഈ വിവരം പറഞ്ഞത്? കവിതേച്ചിയെ വിളിച്ചു പറഞ്ഞത്. എന്റെ ദൈവമേ, എന്തായി കേൾക്കുന്നത്? ആർക്കെങ്കിലും ആളപായം ഉണ്ടോ? ആരും മരിച്ചതായി പറഞ്ഞില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. ആർക്കും ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ സമാധാനമായിട്ടിരിക്കേ. സഞ്ജു അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാ കവിതേച്ചി പറഞ്ഞത്. ആരെങ്കിലും മരണപ്പെട്ട വലിയ പ്രശ്നങ്ങളാ വരാൻ പോകുന്നത്. എല്ലാത്തിനും സഞ്ജു ഉത്തരം പറയേണ്ടി വരും.
ഇത് നിസ്സാരമല്ല അച്ഛ. കെട്ടിടം ചരിഞ്ഞതിന് അവൻ എന്ത് പിഴച്ചു? അത് ആരുടെങ്കിലും തലയെ കെട്ടിവെക്കാൻ പറ്റുമോ? ശ്രദ്ധക്കുറവുണ്ടായത് നമ്മുടെ ഭാഗത്തെ തെറ്റല്ലേ? എന്തൊക്കെ അനർത്ഥങ്ങളാ സംഭവിക്കുന്നത്. മുമ്പൊരിക്കലും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്റെ അറിവിൽ ഇതാദ്യ. ഇത് നമുക്കുണ്ടായ ദോഷം തന്നെ, അതിലൊരു സംശയവും വേണ്ട. ഞാൻ ദിനേശനൊന്ന് വിളിക്കാം. കാര്യങ്ങൾ എന്തായെന്നൊന്ന് അറിയണമല്ലോ. ആ ഫയല് വീട്ടിൽ തന്നെ ഉണ്ട്. അത് ഉടനെ എടുക്കണം. ആ, ഞാനൊന്ന് വീട്ടിലേക്ക് വിളിക്കാം. എവിടെ ദിനേശനങ്ങള്? അയാൾ വിവരം അറിഞ്ഞോ? സർ, അറിയിച്ചിട്ടുണ്ട്, ഇതുവരെ വന്നില്ല. മോളെ, പുതിയ വിവരം വല്ലതും അറിഞ്ഞോ? പിന്നീട് ആരും ഒന്നും പറഞ്ഞതായി കേട്ടില്ല അമ്മേ. ചേച്ചിയുടെ ഇളയമ്മ ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. മരണവാർത്തയൊന്നും കേൾക്കരുതെന്ന എന്റെ പ്രാർത്ഥന. അതിലിടവരുത്തല്ല എന്റെ ദൈവമേ. എന്തൊക്കെയോ വലിയ ആപത്തുകള് ഈ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നതായിട്ട് എന്റെ മനസ്സ് പറയുന്നു. അതിന്റെ മുന്നറിയിപ്പാ ഇത്. എന്റെ മോൻ ഇതെങ്ങനെ ഫേസ് ചെയ്യുന്ന എനിക്കറിയില്ല. എല്ലാം അവന്റെ തലയിലല്ലേ വന്ന് വീഴാൻ പോന്നെ. എന്നാ ദൈവമേ എന്റെ കുട്ടിയുടെ സമയം ശരിയാവാൻ പോന്നെ. അവനെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. അമ്മേ, ഈ സമയം കൂട്ടുകാരൻ കൂടെയുള്ളത് ഒരാശ്വാസം. അതെ മോളെ, സച്ചി വന്നത് നല്ല സമയത്താ. അല്ലെങ്കിൽ അവൻ ആകെ തകർന്നു പോയേനെ. ഹലോ അമ്മേ, ഞാൻ സച്ചിയാ. എന്താ മോനെ അവിടുത്തെ സ്ഥിതി? ആർക്കേലും ഗുരുതരമായ പരിക്കുണ്ടോ? ഇവിടെ ഒരു സമാധാനവും ഇല്ല മോനെ. കുറച്ചുപേര് ഹോസ്പിറ്റലാണെങ്കിലും പേടിക്കാനൊന്നുമില്ലമ്മേ. അമ്മ ടെൻഷൻ ആവണ്ട, ഞങ്ങളിത് ഹാൻഡിൽ ചെയ്തോളാം. മോനെ, സഞ്ജുവിന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കൂ. അവൻ തൊഴിലാളികളെ സമാധാനിപ്പിക്കാമേ. പിന്നെ അവന്റെ റൂമില് ഒരു നീല ഫയലുണ്ട്. അതുമായി ഉടൻ സൈറ്റിലേക്ക് വരാൻ രാജുവിനോട് പറയണം. വളരെ അർജന്റാ, സമയം കളയാനില്ല. ആ ശരി മോനെ. മോളെ, രാജുവിനോട് വേഗം ഒന്നിങ്ങോട്ട് വരാൻ പറ. ഒരു ഫയല് ഉടനെ അവിടെ ഓഫീസിൽ എത്തിക്കണം. അമ്മേ, രാജുവേട്ടൻ മാർക്കറ്റിൽ പോയിരിക്കുവോ? അയ്യോ ദൈവമേ, ഇനി ഞാൻ എങ്ങനെ ഫയൽ അവിടെ എത്തിക്കും? അല്ല, അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാൻ പറമ്മേ. ഒരാള് വന്നു പോയാൽ ലേറ്റ് ആവുമെന്ന് കരുതിയാ കൊണ്ടുപോവാൻ പറഞ്ഞത്. കൊടുത്തുവിടാൻ ഇവിടെ ആരാ ഉള്ളത്? മോള ഫയലൊന്ന് കൊണ്ടു കൊടുത്തിട്ട് വരുവോ? അയ്യോ അമ്മേ, അത് ദൈവമേ, അദ്ദേഹം അവിടെ ഉണ്ട്. അല്ല, മോളൊരു ഓട്ടോ പിടിച്ച് പോയാ മതി. അതെന്തോ രഹസ്യ സ്വഭാവമുള്ള ഫയലാവും. രാജുവേട്ടൻ ഉടനെ വരും അമ്മേ. അത് നോക്കിയിരിക്കാൻ പറ്റില്ല മോളെ. നീ ചെന്നാ ഫയൽ അവന്റെ മുറിയിലുണ്ടോന്ന് നോക്ക്. ചെല്ല്. എന്താ മടിച്ചു നിൽക്കുന്നത്? ചെല്ല് കുട്ടി. ഫോണിൽ കൂടെ സംസാരിച്ച കാര്യം തന്റെ ചെവി കയറിയില്ലേ? കൊട്ടേഷൻ മറിച്ച് തനിക്ക് തന്ന ഞാനിപ്പോ ആരായി? എടോ, ഇത്രയും ലോ ക്വാളിറ്റി സാധനമാണ് താൻ കയറ്റി വിട്ടത്. ഇതെങ്ങനെ കോംപ്രമൈസ് ആക്കാന്ന് താൻ പറ. അന്വേഷണം വന്നാലേ താൻ കൊടുക്കും. കൊട്ടേഷനിൽ തനിക്ക് തന്നതേ നല്ല മെറ്റീരിയൽസ് ആണെന്നും പറഞ്ഞ് ഞാൻ തടിയൂരും. ദിനേശിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സഞ്ജു തന്നെ വെറുതെ വിടില്ല. എങ്ങനെയെങ്കിലും താൻ എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. 14% കമ്മീഷനാ താൻ വാങ്ങിയത്. ഹോസ്പിറ്റലിലെ 6 പേരാ ഉള്ളത്. ഒരാളുടെ നില വളരെ ക്രിട്ടിക്കലാ. അയാള് തട്ടിപ്പോവാനാ സാധ്യത. താൻ ഒരു കാര്യം ചെയ്യും, ഒരു 20 ലക്ഷം രൂപ ഇപ്പൊ തൽക്കാലത്താ. 20 ലക്ഷോ? നല്ല ലാഭം ഉണ്ടാക്കിയതല്ലേ താൻ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ ആദ്യം ഒതുക്കണം. പരിക്കനുസരിച്ച് വേണം പണം കൊടുക്കാൻ. ഇനി ആരെങ്കിലും മരിച്ചുപോയാൽ തുക ഇരട്ടിയാവും. നമുക്കൊരു കാര്യം ചെയ്യാൻ ദിനേശ. തൂങ്ങുന്നെങ്കിൽ ഒന്നിച്ചങ്ങ് തൂങ്ങാം. സഞ്ജയ് പണിക്കർ ആരാന്ന് അറിഞ്ഞു തന്നെയാ താൻ വിളിച്ചപ്പോ ഞാൻ വന്നത്. തന്റെ കക്ഷത്തിൽ തല വെക്കുന്നതിനേക്കാൾ നല്ലത് സഞ്ജയ് പണിക്കറെ മുന്നിൽ ചെല്ലുന്നതാ ഭേദം. അളിയൻ പഞ്ചായത്ത് ഓഫീസിലാ. എന്താ നിങ്ങളുടെ പേര്? അർജുൻ. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞു. ഇത് അമ്മ ആനന്ദവല്ലി. ഇതെന്റെ ഭാര്യ ശ്രീജ. അവൻ അനിയൻ. അടുത്തിടെ ഇവിടെയുള്ള വല്യമ്മ മരിച്ചു പോയില്ലേ, ഒരു ബാലാമണി അമ്മ? അത് ഞങ്ങളുടെ മുത്തശ്ശിയാ സാറേ. എന്താ മരണകാരണം? രോഗിയായി കിടപ്പിലായിരുന്നു മുത്തശ്ശി. വീട്ടിൽ കിടന്നാണോ മരിച്ചത്? അതെ അതെ സാറേ. അവരുടെ റൂം ഒന്ന് കാണിച്ച. എന്താ കാര്യമൊന്ന് സാർ ഇതുവരെ പറഞ്ഞില്ല. മുത്തശ്ശിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വന്നതാ.
രോഗം മൂർച്ഛിച്ച് മരിച്ച എന്റെ അമ്മയുടെ മരണത്തിൽ ആർക്കാ സാറേ പരാതിയുള്ളത്? പരാതിക്കാരൻ നിങ്ങളുടെ മോൻ തന്നെയാ. അതാ നിൽക്കുന്നത്. എടാ ദ്രോഹി, നീ ആയിരുന്നില്ലേടാ മുത്തശ്ശിക്ക് കൂട്ടായി ആ മുറിയിലുണ്ടായിരുന്നത്? എന്നിട്ട് നിനക്ക് പരാതിയോ? ബാലാമണി അമ്മ കിടന്ന റൂം നിങ്ങളൊന്ന് കാണിച്ചതാ. എനിക്ക് റൂം ഒന്ന് പരിശോധിക്കണം. സാർ വാ സാറേ. നീ ഇവിടെ അറിഞ്ഞിട്ടാണോടി ഈ കൊലച്ചത് ഞങ്ങളോട് ചെയ്തത്? നരേന്ദ്രൻ അന്നേ നിന്നോട് പറഞ്ഞതാ. എന്റെ അമ്മ, ഞാനൊന്നും അറിഞ്ഞില്ല. അനിയൻ എന്നോടൊരു സംശയം പറഞ്ഞതാ. ഞാനത് അർജുനനെ അറിയിക്കുകയും ചെയ്തു. നീ ചെന്ന് നരേന്ദ്രനെ വിളിച്ച് കാര്യം പറയടി. വേഗം അവനോട് ഇങ്ങോട്ട് വരാൻ പറ. തച്ചിലേടത്ത് വീട്ടിലാ പോലീസുകാർ കയറിയിരിക്കുന്നത്. നിങ്ങള് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഞാനെന്തിനാ സാറേ വരുന്നത്? അതിന്റെ എന്ത് കാര്യമുള്ളത്? കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് സംസാരിക്കാം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെ കൊണ്ടുപോകാൻ പറ്റില്ല സാറേ. സാറ് പോയാട്ടെ. ഇത് ഈ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടാ. കാര്യങ്ങൾ ചോദിച്ചറിയാനാ കൊണ്ടുപോകുന്നത്. ഇയാളെ പിടിച്ച് വണ്ടി കയറ്റ്. വാടാ ഇങ്ങോട്ട്. എന്റെ മോനെ ഇവിടുന്ന്